Identity is not actually something that we think we are. Identity is actually a lens that others look at you. ഒരിക്കൽ കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ഓത്തുണ്ടല്ലോ, പ്രതിജ്ഞയുണ്ട്. ഉം. അതിൽ ഈ അതുണ്ട്. പറയുന്ന 66 പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ് വിളിച്ചു കൂട്ടാറോ എനിക്ക് പുസ്തകമില്ല, യഹൂദന്റെ ദൈവത്തിന്റെ ദൈവമേ കണ്ട വലിയോ എനിക്ക് ദൈവമില്ല എന്ന് തുടങ്ങുന്ന ഒരു വലിയ പ്രതിജ്ഞയാണ് അവസാനം. ഇവിടെ കേട്ട ഞാൻ പുറത്താടും പറയില്ല, സത്യം 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 എന്ന് പറയുന്ന സാധനം. ഒരുപക്ഷെ PRDസിന്റെ പാട്ടിന് ട്യൂൺ പോലും ഉം. അവർ പിന്നീട് പ്രയോഗിക്കുന്നത് അവരുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്സ് ആയിട്ടോ ഒക്കെയാണ്. നമ്മളിവിടെ മാത്രമല്ല, ലോകത്തെ പല സ്ഥലങ്ങളിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് ഐഡന്റിറ്റിയായി ബന്ധപ്പെട്ടതും എങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ടൂൾസ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് എല്ലാവരും സർവൈവ് ചെയ്ത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെ തന്നെയാണ് സർവൈവ് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അമ്മച്ചിയുടെ കാലത്താണ് ഈ ജ്ഞാനകുമാരന്മാരുണ്ടാകുന്നത് അല്ലെങ്കിൽ ജ്ഞാനകുമാരിമാരുണ്ടാകുന്നത് വളരെ ഡിപ്രൈവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട് ഈ ആളുകളെ. അവർ സ്വതവേ തന്നെ അവർ ഐഡന്റിറ്റി പരമായി തന്നെ ജ്ഞാനകുമാരന്മാർ വളരെ നോളജിന്റെ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് അവരെ രൂപവൽക്കരിക്കുന്നു. അമ്മച്ചിയുടെ കാലം നൂല കെട്ടിയിട്ട് ഇവനെ ഡോക്ടറാക്കിയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പിന്നെ ഒരു വഴിയില്ല, അമ്മച്ചി എന്നോട് ഇവനെ ഡോക്ടറാക്കാൻ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല, എനിക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്. പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇവനെ ഡോക്ടറാക്കാനായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ ഡ്രീം, ഒരു ആചാരത്തെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ സാധനമായിട്ട് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ആചാരത്തെ അത്തരം പ്രയോഗമായി രൂപീകരിച്ച അല്ലെങ്കിൽ അത്രത്തിൽ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തി വേണം. ശിവനും പാർവതി ഗണപതി മുരുകൻ അമറിൽ പോകുന്ന ദൈവങ്ങളാണ് നമ്മൾ ഒറ്റ ലൈനിലാണ് ഈ വിമർശനം വരുന്നത്. PRDസിന്റെ വിഷയമായോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാനിർണയത്തിനകത്തോ ഈ രക്ഷാനിർണയത്തിൻ്റെ മെയിൻ PRDസിനകത്ത് മെയിൻ ഒരു ചടങ്ങ് സഭയിലേക്ക് ചേർക്കുന്നതിന് ചടങ്ങ് അതിനകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഈ കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അത് അമ്മച്ചിയുടെ പ്രത്യക്ഷതകളെ കൃത്യമായി ക്രോഡീകരിച്ച് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാവും. പ്രഭാഷ സംഗ്രഹം എടുത്ത് വായിക്കാന്നുള്ളതല്ല അതിനകത്ത്. ബൈബിള് മുൻപോട്ട് വയ്ക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്നാഷണൽ ലോകമാണ്. ഒരർത്ഥത്തിൽ അപ്പച്ചൻ ആക്ച്വലി എൻഗേജ് ചെയ്യുന്നത് തിരുവിതാംകൂറിനോടല്ല, മറിച്ച് ലോകത്താകമാനമുള്ള ധാരണകളോട് ഒരു നാരറ്റീവിനോടാണ്. ബൈബിളുമായി തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സിംബാബ്വേയോട് തന്നെ തർക്കിക്കുക, അല്ലെങ്കിൽ ലോകത്ത് എത്യോപ്യയോടും തർക്കിക്കുക, അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റൻസ് ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻസിനോട് തർക്കിക്കുക, അല്ലെങ്കിൽ ഐറിഷ് കാത്തലിക്സിനോട് തർക്കിക്കുക, സ്പാനിഷ് കാത്തലിക്സിനോട് തർക്കിക്കുക. അങ്ങനെ എല്ലാ കാലത്തും നവീകരിച്ചു പോകുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ PRDs ആണ്. എന്ന് വെച്ചാൽ ഓരോ കാലത്തിനും പുതുതാക്കി മാറ്റേണ്ടുന്ന ഒരു സാധനമാണ് ഇത് എന്ന്. ഇതൊരു ആശയ വികാസമാണ് എന്ന് ഒരുപക്ഷെ അമ്മച്ചിയുടെ കാലത്ത് നിങ്ങൾ എൻ്റെ തങ്കപ്പം നിന്റെ ബേബി കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നിൽക്കാമെന്ന് കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് രക്ഷാവഴി. അമ്മച്ചി അധികാരത്തിൽ വന്നതിന് ശേഷം CP എഴുതുന്ന അന്നത്തെ ദിവാൻ CP എഴുതുന്നതിൽ ഞങ്ങൾ വ്യത്യസ്ത ജാതി മതത്തിൽ ജാതി മതം ഉപേക്ഷിച്ച് പൊയ്കയിൽ യോഹന്നാനെ ദൈവമായി കാണുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഞങ്ങളെ യോഹന്നാൻ പ്രണാമം ചെയ്ത് പിന്നോക്കാനുമില്ല ഇതാ പറയാം. ഈ എല്ലാവരും വരും, സവർണരും എല്ലാം വരും. ആ സമയത്ത് അപ്പത്തിന് പറയും. അത് സവർണർ പോയിത്തേനും ഈ ദളിത് കമ്മ്യൂണിറ്റി മാത്രമുള്ള മാർജിനലൈസ് കമ്മ്യൂണിറ്റി മാത്രമുള്ള സമയത്ത് ആര്യന്മാരുടെ വരവിനെ പറ്റി പറയും. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ വിശ്വാസികളോട് മറ്റെന്തോ ആണ് സംസാരിക്കുന്നത്, അത് ഞങ്ങൾക്ക് വിവാഹമില്ല എന്നും എമിയ പറയുന്നത്. അങ്ങനെ ആരോട് എങ്ങനെ ഓഡിയൻസിനനുസരിച്ച് അവരെ മോൾഡ് ചെയ്യണം. ഇതിന്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ നമുക്ക് അമ്മച്ചിക്കുന്നതാണ്. പഴയ ഒരു ചരിത്രത്തിലേക്ക് അഭിരമിക്കുകയല്ല ചെയ്യുന്നത്, അത് വീണ്ടെടുത്ത് തരാമെന്നും എന്നാൽ തരുന്ന ഫ്യൂച്ചറിലേക്ക് പുതിയൊരു ഗ്രൂപ്പായി മുൻപോട്ട് പോകാനല്ല, അതിലേക്ക് തിരിച്ചു പോകാനല്ല. 90കളിൽ രാമായണം മഹാഭാരതം പോലുള്ള സീരിയൽ TV-യിലൂടെ വരുന്നു, അതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഇത്തരം RSS അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ എല്ലാം കൺസ്യൂം ചെയ്ത് PRD സമൂഹത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം അത് നമ്മുടെ ഇതുവരെയുള്ള അമ്മച്ചിക്ക് വെച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ അംബേദ്കർ കൊണ്ടുവച്ചിട്ടുള്ള കാരവാൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനുശേഷം ഉണ്ടാകുന്ന PRDs, അതായത് പോസ്റ്റ് അമ്മച്ചി എറയിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്, അതിൻ്റെ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണ്? അതേപോലെ 60കളിൽ ഉണ്ടാകുന്ന നാടകങ്ങൾ, ഈ നാടകങ്ങൾ പ്രധാനമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു നവോത്ഥാനാനന്തരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പുരോഗമനപരമായ നാടകങ്ങളെ പിന്നീട് കാണുന്നത് KPSCയിലാണ്. KPSC നാടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കേരളത്തിൻ്റെ നാടക ചരിത്രത്തെ സംബന്ധിച്ചോ നാടകങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് വന്ന കലാപരമായ വികാസത്തെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായി വന്നു. ഒരുപക്ഷെ PRDs അതിന് ഭിന്നമായി, അതിൽ നിന്നൊരു പാരലായി പുതിയ വെളിച്ചം പോലുള്ള തിരുമേനിയുടെ പല കഥകൾ,
അല്ലെങ്കിൽ ഉം. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെ. അപ്പൊ അതെ. ഇത്തരത്തിലുള്ള പല ജാതിയെ മുൻനിർത്തുന്ന അല്ലെങ്കിൽ ജാതിയെ ഉം. പ്രോബ്ലമൈസ് ചെയ്യുന്ന പല നാടകങ്ങൾ അന്ന് തന്നെ പ്രത്യേകിച്ച് അതെ. മനോരമ ഉൾപ്പെടെയുള്ള ആളുകൾ പടിഞ്ഞാറക്കരക്കാരുടെ സ്ഥലങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങൾക്കകത്ത് തന്നെ നടത്തുകയും ഒരു ഉം. ഒരു പബ്ലിക്കായ സ്പേസ് ഒരു പക്ഷെ പബ്ലിക് എന്ന് ഞാൻ അതെ. പറയാൻ കാരണം പല ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉം. ആക്സസിബിലിറ്റിയോടെ വന്ന് കാണുന്ന നാടകങ്ങളായി അന്ന് തന്നെ നടത്തുകയും അപ്പൊ അത്തരത്തിൽ നാടകങ്ങളെയും ലേഖനങ്ങളെയും ഇപ്പം ആചാര്യ ഗുരുവിന്റെ പല ലേഖനങ്ങൾ ഉം. എക്കണോമിക്കലായിട്ടുള്ള സാമ്പത്തിക ഉം. ചരിത്രം ഉണ്ടല്ലോ സാമ്പത്തിക ഉം. ചരിത്രത്തെ പറ്റി അതെ. അതെ. ഹിന്ദുമതത്തിന്റെ വികാസ പരിണാമം അങ്ങനെ ഉം. പലതരത്തിലുള്ള അക്കാഡമിക് ലേഖനങ്ങൾ അപ്പൊ ഇങ്ങനെ പല വിമർശനങ്ങളും പല ഡിസ്കഷൻസും ഉം. കലാപരമായ ചരിത്രം ഒരുപക്ഷെ കലയുടെ കേരള ചരിത്രത്തിനകത്തെ വായിക്കപ്പെടാതെ പോകുന്ന ഒരു വലിയ ചരിത്രം അതേപോലെ ഈ സ്വാതിയൊക്കെ ചെയ്തു എന്ന് പറയുന്ന കുടിയേറ്റത്തെ പറ്റിയുള്ള അത് ഉം. ഭയങ്കര ഉം. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സാധനമാണ്. അതെ. കുടിയേറ്റത്തിന്റെ ഒരു ഫേസ് തന്നെയാണ് നമ്മൾ കിഴക്കോട്ടൊക്കെ PRDSന്റെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പൊ അതെ. അത്തരത്തിൽ കേരളം പരിശോധിക്കാതെ അതിനകത്ത് ഈ പറഞ്ഞ തിരുമേനിയുടെ അമ്മച്ചിയുടെ ആ. ഒക്കെ തന്ത്രവും ഉണ്ടുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ നിയമങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ നിൽക്കണം. അതേപോലെ ഉം. PRDSന്റെ ഞാനിപ്പോൾ പറഞ്ഞ പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുള്ള പല PRDSന്റെ വിശ്വാസ സിംബോളിക് ഉം. സാധനങ്ങളും ഒരു പരിധി വരെയല്ല അതെല്ലാം തന്നെ വളരെ ഉം. കൃത്യമായി സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉം. ഫോഴ്സുകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ PRDSനെതിരായി ചലിക്കാൻ സാധ്യതയുള്ള സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രൂപപ്പെടുത്തുക. അതെ. ഒരുപക്ഷെ അത് അവരുടെ ഒരു പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ PRDSന്റെ പാട്ടിന്റെ ട്യൂൺ പോലും ഉം. അവർ പിന്നീട് പ്രയോഗിക്കുന്നത് അവരുടെ അതെ. ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്സ് ആയിട്ടോ ഒക്കെയാണ് നമ്മൾ അതിനെ അതെ. പരിശോധിക്കുന്നത്. അപ്പൊ അതെ. എങ്ങനെയാണ് അവർ ഒരു കല, രാഷ്ട്രീയം, അതേപോലെ തന്നെ എവരിഡേനെസ്, പേരുകൾ ഉം. മാറുന്നു. ദിവസം രാവിലെ അതെ. എഴുന്നേറ്റ് പേര് മാറുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ പേരെന്ന് പറഞ്ഞു അതെ. കഴിഞ്ഞാൽ നമ്മളൊരു ഐഡന്റിറ്റി ആയിട്ടാണ് പൊതുവായി അതെ. കണക്കാക്കുന്നത്. ഇപ്പൊ ഞാൻ ആരാണെന്ന് അതെ. ചോദിക്കുമ്പോൾ ഞാൻ അനന്തു ആണെന്ന് പറയുന്ന പോലെ അപ്പം ഉം. ഈ പേരിനെ കീഴ്മേൽ മറിച്ച് ഒരു പുതിയ ഉം. പേരിടുന്നു. ആ പേരിന് പല പേരുകളുടെ അവസാനം കുമാർ അല്ലെങ്കിൽ കുമാരി അതെ. എന്ന നിലയിൽ ഒരു ഐഡന്റിറ്റിയും കൂടെ രൂപീകരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഒരു അതെ. പ്രത്യേക നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി കൂടെ രൂപീകരിക്കുന്ന ഒരു സ്വഭാവം. ഒരുപക്ഷെ അതെ. കേരള ചരിത്രത്തിൽ നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല. ആ അമ്മച്ചിയിൽ ഒരു കാസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഉം. സർനെയിം പോലെ കുമാറും കുമാരിമാരും ഒക്കെ അത് മാത്രമല്ല ഒരു അമ്മച്ചിയുടെ കാലത്താണ് ഈ ജ്ഞാനകുമാരന്മാരുണ്ടാകുന്നത് അല്ലെങ്കിൽ ജ്ഞാനകുമാരിമാരുണ്ടാകുന്നത്. അതെ. ഒരുപക്ഷെ വളരെ ഡിപ്രൈവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരിക്കലും മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളി എന്ന് മാറ്റുന്ന പറയുന്നു. ഒത്തിരി ആളുകളെ അവർ സ്വതവേ തന്നെ അവർ ഐഡന്റിറ്റി പരമായി തന്നെ ജ്ഞാനകുമാരന്മാർ വളരെ നോളജിന്റെ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് അവരെ രൂപവൽക്കരിക്കുന്ന അമ്മച്ചിയുടെ കാലത്താണ്. ഇങ്ങനെ അതെ. അമ്മച്ചിയുടെ പല വിധത്തിലുള്ള പോളിസികൾ ഒക്കെയാണ് ആ ഉം. കാണുന്നത്. പിന്നെയും നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ അമ്മച്ചിയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉം. പരിപാടികൾ ഇപ്പം അമ്മച്ചിയുടെ ഞാൻ ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് നൂലുകെട്ട്. ഉം. ഉം. ഈ നൂലുകെട്ടിനെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി എല്ലാവരും ഒരു ഹിന്ദു ആചാരമായി ഒക്കെയിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രാക്സിസ് അല്ലെങ്കിൽ അതിനെ പ്രാഗ്മാറ്റിക്കലി പ്രയോഗം എങ്ങനെയായിരുന്നു എന്നത് പരിശോധിച്ചിട്ടില്ല. ഉം. ഇപ്പോൾ ഞാനിത് ഉപദേഷ്ടാവായിരുന്ന തങ്കപ്പനിൽ നിന്ന് കേട്ടറിഞ്ഞാണ്. അദ്ദേഹം എന്നോട് ഇന്ന് വ്യക്തിപരമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അമരയിൽ ഉം. വെച്ച് ഞങ്ങൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഷെയർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മകനുണ്ടായ സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഡോക്ടറാണ്, സുരേഷ് എന്നാണ് അതെ തിരുവനന്തപുരത്തെ. അതെ. അതെ. അദ്ദേഹം ഉണ്ടായ സമയത്ത് അന്ന് എല്ലാവരും അമ്മച്ചിയെ പോയി എരുവേലിയിൽ പോയി അമ്മച്ചിയെ കണ്ട് നൂല് കെട്ടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കൊണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം അന്ന് തിരുവനന്തപുരത്താണല്ലോ. അങ്ങനെ ഒരു 1-2 കൊല്ലത്തിന് ശേഷം അങ്ങനെ അമ്മച്ചി തിരുവനന്തപുരം സന്ദർശിക്കുന്ന സമയത്ത് ഇദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ കാര്യം പറയും. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ എൻ്റെ മോനെ നൂല് കെട്ടണം. നീ എന്നെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എടാ ഇവൻ ഒരു പൊണ്ണനാണല്ലോടാ. വളരെ അതായത് അന്ന് വലുതായല്ലോ. സാധാരണ നൂല് കെട്ടുന്ന ചെറിയ കുട്ടികളെ കുട്ടി വളർന്നു കഴിഞ്ഞു. അപ്പം ആ അർത്ഥത്തിലാണ് അമ്മച്ചി അത് പറയുന്നത്. ബോഡി ഷേമിംഗ് എന്നുള്ള നിലയിലല്ല. അപ്പോൾ കുഞ്ഞ് വലുതായി. അപ്പോൾ കൊടുക്കുകയും അപ്പൊ അദ്ദേഹം പറയുന്നത് അമ്മച്ചി ആ നൂല് കെട്ടിയിട്ട് ഇവനെ ഡോക്ടർ ആക്കിയേക്കാനാ പറയുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് എനിക്ക് പിന്നെ ഒരു വഴിയില്ല. അമ്മച്ചി എന്നോട് ഇവനെ ഡോക്ടർ ആക്കാൻ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. എനിക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് എൻ്റെ ജീവിതം ഇവനെ ഡോക്ടർ ആക്കാനായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ ഡ്രീം,
ഒരു ആചാരത്തെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ സാധനമായിട്ട് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ആചാരത്തെ അത്തരം പ്രയോഗമായി രൂപീകരിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തി കൂടാണ് അമ്മച്ചി. അത് ഇവിടെ മാത്രമല്ല, പല ആളുകളുടെ അനുഭവങ്ങളിൽ നമുക്കത് കാണാം. എങ്ങനെയാണ് ഈ നൂലുകെട്ട് എന്ന ആചാരത്തെ കേവലമായ ഒരു ഹൈന്ദവ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു പ്രയോഗമായി അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തിയത്. ഒരുപക്ഷെ ആ ആളുടെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റലി ഉപയോഗിക്കാൻ കൂടി ആയിരിക്കാം അതിനെ നൂലുകെട്ടുന്നതെങ്കിൽ പോലും അതിനെ ഒരു പുതിയ ഡ്രീമായി നമ്മളത് സംസാരിച്ച് പറഞ്ഞു ആണെങ്കിൽ പോലും പലപ്പോഴും ഈ നമുക്കൊരു തൂപ്പിജോലിയെങ്കിലും മതി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീടുകളിലെ സ്ഥിരം ഒരു ഡയലോഗാണ്. സർക്കാരിന്റെ തൂപ്പുജോലിയെങ്കിലും മതി. പക്ഷെ അത്തരം നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ചിന്തകളെ വളരെ താഴെ നിലയിൽ നിർത്തുന്ന ഇത്തരം ആലോചനകളിൽ നിന്ന് ഭിന്നമായി ഒരുപക്ഷെ ഒരു 30, 40, 50 വർഷത്തിന് പുറകിൽ അമ്മച്ചി ഡോക്ടറാക്കാൻ പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നോട് ഡോക്ടറാക്കാൻ പറയാൻ ഒരുപക്ഷെ എൻ്റെ സ്വപ്നങ്ങളുടെ ലിമിറ്റ് മാറിയാണ്. സ്വപ്നം കാണാൻ പറ്റണമല്ലോ. അതൊരു പക്ഷേ കണ്ടംപററി PRDസിനകത്തൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കസിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടുത്തെ പിള്ളേരോട് സംസാരിച്ചു, ഇപ്പം എന്നാ പഠിക്കുന്നത്, ഇതുപോലെ പോളിയോ എന്തോ ആണോ പഠിക്കുന്നത്. അപ്പം ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് എനിക്ക് മറ്റേ അണ്ണനെ പോലെ ആണോ എന്നൊക്കെ പറയുന്നത്. അവർ അടുത്തുള്ളൊരു അണ്ണനെ പോലെ ആണോ. അപ്പം ഞാൻ പറയുന്നത് ഈ അണ്ണൻ മോശക്കാരനായിട്ടല്ല പറയുന്നത്, പക്ഷെ അണ്ണനെ പോലെ ആവാനല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ടീം അവിടെ ലിമിറ്റായി പോവാം. അത്തരം ലിമിറ്റില്ല ഒരു വലിയ നിലയിലേക്ക് ചിന്തിക്കാൻ പ്രാപ്തിയുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചിയുടെ കാലത്ത് അത്തരത്തിലാണ് അമ്മച്ചി ചെയ്തിരുന്നത്. അത് PRDസിന്റെ എക്കണോമിക്കലായതും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഗ്രോത്തിൽ നമുക്ക് കാണാം. ആ സമയത്ത് എത്രത്തോളം മറ്റ് കമ്മ്യൂണിറ്റികളെ വെച്ച് കമ്പാരിറ്റീവ്ലി PRDസ് എത്രമാത്രം ആളുകളെ സാമ്പത്തികമായും സാമൂഹ്യമായും എഡ്യൂക്കേഷണലിയും രൂപപ്പെടുത്തുന്നു എന്നത് ഒരുപക്ഷെ അമ്മച്ചിയുടെ കാലത്തെ ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിന്ന് പറയുന്ന അമ്മച്ചിയുള്ള വിമർശനം ഉൾപ്പെടെയുള്ള നടത്തിയ പല ആളുകളുടെയും ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു ഒരു പരിധിവരെ. ആ ഒരു കാലഘട്ടത്തിലെ ചില പ്രവർത്തനങ്ങളാണ്. അതേപോലെ ഈ ജോലികളുമായി ബന്ധപ്പെട്ട് ഞാൻ PK ശാന്തമ്മയായിട്ട് ഞാൻ നമ്മുടെ ചീഫ് കോർട്ടിലെ PK ശാന്തമ്മ അഡ്വക്കേറ്റ് അമ്മാൻറ്റി പറയുന്നുണ്ട്, ഇതുപോലെ അമ്മച്ചി പറഞ്ഞിട്ടാണ് വക്കീലാകുന്നത്. അമ്മച്ചിയാണ് പറഞ്ഞത് നീ പറയുന്നത്. അതിൽ എന്താവണം എന്ന് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ പല ആളുകളുടെ അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ, അവർ വേറെ രീതിയിലൊക്കെ പറയുന്നെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രൂപം ശ്രദ്ധിച്ചാൽ ഈ ജോലി കിട്ടി അതുമായിട്ട് എരിവേരി വരുമ്പോഴത്തേനും എന്നാൽ നീ ഇത് പോകണ്ട എന്ന് പറയുകയും മറ്റ് ിലേക്ക് അമ്മച്ചി പറഞ്ഞു വിടുകയും, അതേപോലെ ഈ പല സ്ഥലങ്ങളിലും അമ്മച്ചി വളരെ തന്ത്രപരമായി ജോലിക്ക് ആളുകളെ വിടുകയും, ഇപ്പൊ സെക്രട്ടേറിയറ്റിലും അത് നമുക്ക് കാണാം. അമ്മച്ചി സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ അമ്മച്ചിയെ കണ്ട എണീറ്റ് നിൽക്കുന്ന 5 or 6 പേരുണ്ട് അവിടെ. അതെല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. അത് വളരെ തന്ത്രപരമായി തന്നെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എങ്കിലും നമ്മൾ RSSനെ പറ്റിയൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. RSS ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുകയല്ല. അവർ ഓരോ മേഖലകളിലും അവരുടെ ആളുകളെ കൊണ്ട് സ്ഥാപിച്ച് നാരറ്റീവ്സ് ചേഞ്ച് ചെയ്ത് ഇത് RSSനെ പറയാൻ കാരണം എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റി ഇത് തന്നെ ചെയ്തത്. അവര് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് അവരുടെ ആളുകളെ നിർത്തി നിലനിർത്തി നമ്മൾ പവർ ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ആ കാലഘട്ടത്തിൽ അമ്മച്ചി ഈ പറയുന്ന സാധനങ്ങളെയൊക്കെ ആളുകളെയൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ജോലിക്ക് പ്രശ്നം വന്നാൽ അമ്മച്ചി ഒരു കത്തെഴുതി കൊടുത്ത് സെക്രട്ടേറിയറ്റിൽ പോയാൽ അവിടെ ആളുണ്ട്. അതിലുപരി നമ്മൾ നേരത്തെ തന്നെ പൊളിറ്റിക്കലി അമ്മച്ചിയുടെ നയപരമായ തീരുമാനങ്ങൾ അവിടെ വന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ നേരിട്ട് എന്ന് കാണാൻ സാധിക്കുന്ന നിലയിൽ ഒരു പവർ നല്ല ബന്ധമുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായും പ്രയോഗപരമായിട്ടും ഒരു കമ്മ്യൂണിറ്റിയെ മുൻപോട്ട് നയിച്ചത് അമ്മച്ചി എന്നൊരു ഇന്റലക്ച്വൽ ഫിഗറാണ്. ഡിവൈൻ ഫിഗർ ആണ് എന്നതിലുപരി ഒരു ഇന്റലക്ച്വൽ ഫിഗറാണ്. എങ്ങനെയാണ് ഒരു ഡ്രീം ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു സാധനം അമ്മച്ചി നമുക്ക് കാണാം. ഞാനൊരു നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെന്ററി കാണുമായിരുന്നു, ഡിസെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അത് ബേസിക്കലി അതായത് അമേരിക്കയിൽ ഇത് സ്ലേവ് ട്രേഡ് ഇത് അബോലിഷൻ നടക്കുവാണല്ലോ, അതായത് അബോലിഷ് ചെയ്തു, സ്ലേവ് ട്രേഡ് പാടില്ല. പക്ഷേ അബോലിഷൻ നടത്തി ഈ നിയമം പാസ്സാക്കിയതിന് ശേഷവും ആഫ്രിക്കയിൽ നിന്നും അടിമകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവിടെയുള്ള പ്രമാണികൾ US-ലെ, അപ്പം ഇത് ഇല്ലീഗലാണ്. അപ്പം ഇവർ ഇങ്ങനെ അവസാനം വന്ന ഒരു കപ്പൽ, അതിൻ്റെ ഒരു ടൈമാണ് ഞാനിത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ വന്നൊരു ലാസ്റ്റ് വന്ന കപ്പലിലെ അടിമകൾ ഇവിടെ അവരുടെ സൗത്ത് കോസ്റ്റിലാണെന്ന് തോന്നുന്നു,
യുഎസിൻ്റെ. എന്നിട്ട് അവിടെ വന്ന് അവർ അവിടെ അവരെ ജോലിയെല്ലാം ചെയ്യിച്ച് പിന്നീട് അവരുടെ ഡിസെൻഡൻസ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഒരിക്കലും ഇന്ന ആൾക്കാരുടെ ത്രൂ വന്നാണെന്ന് അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം ഇല്ലീഗലായിട്ട് വന്നവരാണ്. അപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങളിങ്ങനെ വന്നതാണെന്ന്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി അവർ ഈ പറഞ്ഞ പോലെ തന്നെ സർവൈവലിന് വേണ്ടിയിട്ട് അവർ അത് കുറേ ജനറേഷനായിട്ട് അവരുടെ ഒരു ഐഡന്റിറ്റി അവർ ഇങ്ങനെ അവരുടെ തലമുറകളിലേക്ക് ഇങ്ങനെ ഓറൽ ഹിസ്റ്ററി പോലെ തന്നെ ഇങ്ങനെ തലമുറയിലേക്ക് പറഞ്ഞു മാത്രമേ കൈമാറുന്ന ഒരു ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് എനിക്ക് ആ ഡോക്യുമെൻ്ററി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ PRDസിനകത്ത് ഓർമ്മയുണ്ട്. കാരണം ഇന്നറായിട്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജസ് പുറത്തെ ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുന്ന ഒരു ഇതായിരിക്കത്തില്ല. ഈ കറ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ഇത് ഈ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളിവിടെ മാത്രമല്ല, ലോകത്തെ പല സ്ഥലങ്ങളിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണിത്. ഐഡന്റിറ്റിയായി ബന്ധപ്പെട്ടതും എങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് എല്ലാവരും സർവൈവ് ചെയ്ത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ് സർവൈവ് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മളിപ്പോൾ പറയപ്പെടുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ ശിവനും പാർവതി ഗണപതി മുരുകൻ നമ്മളിൽ പൂർവിക ദൈവങ്ങളാണെന്നുള്ള ഒറ്റ ലൈനിലാണ് ഈ വിമർശനം വരുന്നത്. ഇത് പൂർവിക ദൈവങ്ങളാണെന്നേ പറയുന്നുള്ളൂ. ഈ മുമ്പ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഇതിന്റെ ടാക്ടിക്കൽ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ലൈൻ അവിടെ പ്ലേസ് ചെയ്തേക്കുകയാണ്. അതല്ലാതെ അതിനകത്ത് PRDസിന്റെ വിഷയമായോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാനിർണയത്തിനകത്തോ ഈ രക്ഷാനിർണയമാണല്ലോ ഇതിന്റെ മെയിൻ PRDസിനകത്ത് മെയിൻ ഒരു ചടങ്ങ്, സഭയിലേക്ക് ചേർക്കുന്നതിന്റെ ചടങ്ങ്, അതിനകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഈ കാര്യങ്ങളെ പറ്റി എങ്ങും പറയുന്നില്ല. ഇതൊരു ഒരു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ടിൽ ഒരു ലൈൻ ആഡ് ചെയ്ത് വെച്ചേക്കുന്നല്ലാതെ അത് ഒരുമായിട്ടൊരു ബന്ധമില്ല. അത്രയുള്ള അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു ഇന്നർ അമ്മച്ചിയുടെ സമയത്ത് അമ്മച്ചി നടത്തിയ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ, അത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കാതെ വരുമ്പോഴാണ് ഇതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈൻ വന്നതിനെ പറ്റി മനസ്സിലാവാതെ പോകുന്നത്. അത് ഇപ്പം അനന്തു പറഞ്ഞതിനകത്ത് എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, വളരെ നന്നായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇത് PRDസിന്റെ എല്ലാ സമയത്തും ഒരുപക്ഷെ പൊയ്കക്കൂട്ടലുണ്ടാകുന്ന, അത് PRDസിന് മുൻപായി പൊയ്കക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ഓത്തുണ്ടല്ലോ, പ്രതിജ്ഞയുണ്ട്. അതിൽ ഈ പറയുന്ന 66 പുസ്തകം എൻ്റെ എന്ന് കഴിഞ്ഞ് കുരിച്ചു കൂട്ടാറും എനിക്ക് പുസ്തകമില്ല, യഹൂദന്റെ ദൈവത്തിന്റെ ദൈവമേ കണ്ട വലിയ എനിക്ക് ദൈവമില്ല പറഞ്ഞു തുടങ്ങുന്ന ഒരു വലിയ പ്രതിജ്ഞയുടെ അവസാനം ഇവിടെ കേട്ട ഞാൻ പുറത്താടും പറയില്ല, സത്യം 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 എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഈ പൊയ്കക്കൂട്ടലിൽ നിന്ന് ഇവർ ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രത്യക്ഷ ദൈവസഭയിലേക്ക് എത്തുന്നത്. അപ്പൊ പിന്നെ ബൈബിൾ ഇവരുടെ കയ്യിലുണ്ടായതിന്റെ അർത്ഥം ഇത് ഈ പറയുന്ന സാധനം അല്ല, അല്ലെങ്കിൽ ഈ ബൈബിൾ ആവശ്യമുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടല്ല ഇത് കൊണ്ടുപോകുന്നത്, മറിച്ച് ഇവരിത് ട്രാൻസ്നാഷണൽ ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ ബൈബിള് മുൻപോട്ട് വെക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്നാഷണൽ ലോകം. ഒരർത്ഥത്തിൽ അപ്പച്ചൻ ആക്ച്വലി എൻഗേജ് ചെയ്യുന്നത് തിരുവിതാംകൂറിനോടല്ല, മറിച്ച് ലോകത്താകമാനമുള്ള ധാരണകളോടാണ്, ഒരു നാരറ്റീവിനോടാണ്. ഹിന്ദുയിസവുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റാണ്. ഹിന്ദുയിസം എന്നൊരു സാധനം തന്നെ ഇല്ല. അപ്പോൾ PRDs ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന അതിനോടല്ല, മറിച്ച് ജാതി അതിന്റെ ബേസ് ആയിട്ടുള്ള ജാതികളുടെ ഒരു കൂട്ടമാണല്ലോ ഹിന്ദു എന്ന് പറയുന്നത്. ഈ ജാതിയോടുള്ള എൻഗേജ്മെന്റും അവിടെ നിന്ന് വികസിച്ച് ലോകത്താകമാനം എങ്ങനെയാണ് അപ്രത്യക്ഷതകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മാർജിനലൈസേഷൻ ഉണ്ടാകുന്നത്, ലോകത്താകമാനം രൂപപ്പെട്ട നാരറ്റീവിനോടാ, ഒരു വലിയ പവർ നാരറ്റീവിനോടാ എൻഗേജ് ചെയ്യുന്നത്. ഈ എൻഗേജ്മെന്റിന്റെ ടൂളാണ് ആക്ച്വലി ബൈബിൾ. ഈ ട്രാൻസ്നാഷണലായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധനെ ലോകത്ത് എല്ലാവർക്കും അറിയാം അല്ലെ. പൊയ്കലപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അറിയണം എന്നില്ല, പക്ഷെ പൊയ്കലപ്പച്ചൻ ആധുനിക ബുദ്ധനാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താ ഈ പറയുന്നത്. പക്ഷെ അവർ നോക്കി കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെയാണ് ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള ഡയലോഗിൽ എത്തുന്നത്. അതിനുശേഷം ഒരു പക്ഷെ അതല്ല പറയുന്നത് എന്ന് പറയാം. PRDs ആക്ച്വലി ചെയ്യുന്നത് ഈ ഒരു ഗ്ലോബലായ, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ 5 വൻകരകളിലെ അടിമസന്ധതികൾക്ക് എന്ന് പറയുന്നത് അത് ചുമ്മാ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല, മറിച്ച് 5 വൻകരകളിലെ നാരറ്റീവുകളെ പറ്റിയുള്ള കൃത്യമായ ബോധ്യമുണ്ടാകുകയും അവിടുത്തെ പവറിനെ എൻഗേജ് ചെയ്യാൻ ഒരു ട്രാൻസ്നാഷണലായി നിൽക്കുന്ന ഒരു സ്പേസിന് ഉപയോഗപ്പെടുത്തുക. ഈ ബൈബിളുമായി തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സിംബാബ്വേയോട് തന്നെ തർക്കിക്കുക, അല്ലെങ്കിൽ ലോകത്ത് എത്യോപ്യയോടും തർക്കിക്കുക, അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റൻസ് ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻസിനോട് തർക്കിക്കുക, അതിൽ ഐറിഷ് കാത്തലിക്സിനോട് തർക്കിക്കുക, സ്പാനിഷ് കാത്തലിക്സിനോട് തർക്കിക്കുക. എന്നുവെച്ചാൽ ലോകത്താകമാനം വികസിച്ച് വന്ന
ആളുകളോട്, പുതിയ കാഴ്ചകളോട്, പുതിയ നാരറ്റീവുകളോട്, ഫിലോസഫിയോടുള്ള തർക്കം. ഉദാഹരണത്തിന് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സൗന്ദര്യബോധവും നമ്മുടെ ചിന്തയും നമ്മളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഇത്തരം നാരറ്റീവുകളെ രൂപപ്പെട്ടതാണ്. ഇപ്പോൾ കാപ്പനച്ചനൊക്കെ, സെബാസ്റ്റ്യൻ കാപ്പൻ മാർക്സിന്റെ തൃത്വത്തെ പറ്റി പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത്, ഈ ഹെഗലിൽ നിന്നാണ് മാർക്സിന്റെ തൃത്വം വരുന്നത്. അതായത് ഈ തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് എന്നുള്ള സാധനം വരുന്നത്. എന്നാൽ ഈ പറയുന്ന സാധനം ഹെഗലിന് വരാൻ സാധിക്കുന്ന ബൈബിളിന്റെ തൃത്വവുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഐഡിയ കിട്ടുന്നത് എന്ന് പറയുക. അപ്പൊ ഇത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ പറയുന്ന കാര്യം, മറിച്ച് ഇത്തരത്തിൽ ആളുകളുടെ നാരറ്റീവുകളെ, ചിന്തകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒരു പക്ഷേ ഈ അത്തരത്തിലൊരു ഗ്ലോബൽ നാരറ്റീവുകളെ, ഗ്ലോബൽ ആയിട്ടുള്ള ചിന്തകളെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഗ്ലോബൽ കൊടയാണിത്. ഈ ഗ്ലോബൽ കൊടക്കാണ് ഈ കീറൽ കൊടുക്കുന്നത്. നമ്മൾ ബൈബിൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള, അതായത് ലോകത്താകമാനത്തേക്ക് ഒരു രാജ്യത്ത് നിൽക്കാൻ നാഷണൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ ഭാഗമാവുക ചെയ്യുന്നത്. ആ ഡിബേറ്റ് തിയോളജിക്കൽ ഡിബേറ്റിനപ്പുറത്തേക്ക് അതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റാണ്. എന്ന് വെച്ചാൽ PRDS ദൈവം ഉണ്ടോ ഇല്ലയോ തർക്കങ്ങളല്ല വെക്കുന്നത്. അതുകൊണ്ടാണ് അതായത് ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചോ ആളുകളെ സംബന്ധിച്ചോ ഈ നാരറ്റീവുകൾ എങ്ങനെയാണ് ഒരു ഹിജിമിനി ആകുന്നത്, ഒരു പവർ ആകുന്നത് എന്നതിനെ പറ്റിയാണ് PRDSന്റെ തർക്കങ്ങൾ. അതുകൊണ്ടാണ് ആദവനും ഹവ്വയ്ക്കും 2 മക്കളുണ്ടാകുന്നു, ആബേലും കായനും. ഒരുവൻ മറ്റവനെ കൊന്നിട്ട് മറ്റൊരു പട്ടണത്തിൽ പോകുന്നു. അപ്പൊ PRDS പറയുന്നു അതേ മറ്റൊരു പട്ടണമുണ്ട്. ഇവർ പറയുന്നത് ഇവരുടെ കഥയും അവർ ജനിച്ച ആളുകളെ പറ്റിയാണ്. ലോകത്ത് വേറെ മനുഷ്യരും, അവർക്ക് വേറെ ദൈവം, അവർക്ക് വേറെ പ്രശ്നമുണ്ട്. ഹൗ ദ നാരറ്റീവ്സ് ആർ ഫോംഡ്, ഹൗ ഗ്ലോബലി ദിസ് എക്സിസ്റ്റ്. ഈ ഗ്ലോബൽ അക്കാഡമിയുടെ ഭാഗമാവുന്നൊക്കെ നമ്മൾ ജർമ്മനി വന്ന് ഗ്ലോബൽ അക്കാഡമിയുടെ ഭാഗമാവുന്നതിന് പകരം അവിടെ നിന്ന് അവർ ബൈബിൾ ലോകത്തിനെതിരായി സംസാരിച്ചു, അല്ലെങ്കിൽ ലോകത്തിന്റെ ഹെജിമനിയോട് തർക്കിച്ചു എന്നുള്ള യഥാർത്ഥത്തിൽ നടന്നത്. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ഈ സ്ഥാനത്ത് ഉപയോഗപ്പെടുത്തുന്നത്, ഈ കൺഫ്യൂഷൻ അമ്മച്ചിയുടെ കാലത്തുണ്ട്. അത് ബിന്ദുവിനെ എടുത്തു. അതായത് നേരത്തെ പറഞ്ഞ മറ്റേ സൽമോഹൻ ഒരിക്കലും ഒരു ലൈവിൽ വന്നിട്ട് ഒരു അപ്പോളജിസ്റ്റിക്സിന്റെ ഒരു അപ്പോളജറ്റിക്കുകളുടെ ഒരു എന്തോ ഒരു ലൈവായിരുന്നു. അതിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ സാമുവൽ നെല്ലിമുകളിന്റെ മകനാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. ഇദ്ദേഹം ചോദിക്കുകയാണ്, പൊയ്യലപ്പച്ചൻ ക്രിസ്ത്യാനിയാണോ? അപ്പൊ ഇദ്ദേഹം പറയാണ്, ആണ്, പൊയ്യലപ്പച്ചൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാം. ഇതിൽ എന്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഈ ജർമ്മനിയിലൊക്കെ പല കാര്യങ്ങളെ പറ്റി അപ്പച്ചനുമായി വരുന്ന സംസാരങ്ങളൊക്കെ വരും. ഈ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുന്നൊരു സാധനം, അപ്പച്ചൻ ക്രിസ്ത്യാനിയാണോ എല്ലാം തീരുമാനിക്കുന്ന ഇവരല്ല, അല്ലെങ്കിൽ PRDS ക്രിസ്ത്യാനിയാണോ തീരുമാനിക്കുന്ന ഇവരല്ല. അതൊരു തിയോളജിക്കൽ സാധനമാണ്. ക്രിസ്ത്യാനിയാണോ അത് നമ്മളാ തീരുമാനിക്കുന്നത്, ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. അതല്ലാതെ ഇവര് വന്നിട്ടല്ല പറയുന്നത്. അല്ലെങ്കിൽ സനൽമോഹനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖ ഹിസ്റ്റോറിയനോ ചിന്തകരോ അല്ല പറയുന്നത് ഇവരാരാണെന്ന്. അപ്പം ഇങ്ങനെ ഇവരുടെ ഇത്തരം ചിന്തകൾ ആണ് ഒരുപക്ഷെ അമ്മച്ചിയെ പറ്റിയുള്ള നാരറ്റീവിലുള്ളത്. ഇപ്പം ഗണപതി മുരുകന്റെ പേര് വന്നതുകൊണ്ട് അവര് തീർന്നു എന്നുള്ളതാ ഇവര് വിചാരിക്കുന്നത്. ഗണപതി മുരുകൻ എന്തിനു എൻഗേജ് ചെയ്യാനാണ്, ആ കാലഘട്ടത്തിലെ ചർച്ചകൾ എന്താണ്, ആ കാലഘട്ടത്തിലെ ചിന്തകൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കാനല്ല അവര് മുഴുകുന്നത്. അത്തരം പരിശോധനകൾ, കമ്പാരിസൺ ചിന്തകൾ, ഒരുപക്ഷെ കൾച്ചറലായി വന്ന പുതിയ വായനകൾ, ഇതിനെ പരിശോധിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാ കാലത്തും നവീകരിച്ചു പോകുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ PRDS ആണ്. അതിനു മുമ്പും ബുദ്ധിസത്തെ പറ്റിയൊക്കെ പലരും, ഞാൻ ഈ നാഗ്പൂരൊക്കെ പോകുന്ന സമയത്ത് നാഗ്പൂർ അവിടുത്തെ നാഗ്ലോയിലും അവിടുത്തെ ഈ ബുദ്ധിസ്റ്റുകളുമായിട്ടും മഹായാനക്കാരുമായിട്ടും ഹിനയാനക്കാരുമായിട്ട് സമയത്ത് ഇവരുടെ ചില സാധനമുണ്ട്. ബുദ്ധൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബുദ്ധൻ മാത്രം എങ്ങനെയാണ് ഒരു പുതിയ ലോകത്തെ വിഭാവനം ചെയ്ത് എല്ലാ കാലത്തും പരിഷ്കരിക്കപ്പെടുന്ന ഒരു സാധനമായിരിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ അത് എവിഡന്റ്ലി ഒന്നും ബുദ്ധിസം പറയുന്നില്ല. അത് പക്ഷെ അതിന്റെ ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ചിന്താ പദ്ധതിക്കകത്ത് അത് കിടക്കുന്നത് കൊണ്ട് അവരതിനെ, അംബേദ്കറൊക്കെ അതിങ്ങനെ ചൂഴ്ന്നെടുക്കുന്നതാണ്. പക്ഷെ PRDS അത് വളരെ ക്ലിയർ ആയി അമ്മച്ചിയും അവസാനവും പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 15 വയസ്സിന് 40 വയസ്സിനിടകൾ കയറി വരും, നിങ്ങൾ എന്റെ തങ്കപ്പൻ കുഞ്ഞിന്റെയും ബേബി കുഞ്ഞിന്റെ സ്ഥാനത്ത് നിൽക്കാമെന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് രക്ഷാവഴി. ഈ രക്ഷാവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും രക്ഷാവഴി എന്താണെന്ന് വീണ്ടും നമ്മൾ റീതിങ്ക് ചെയ്യുക. തിരുമേനിമാരെന്താ രക്ഷാനിർണയത്തെ പുനർ ക്രോഡീകരിച്ചത് തിരുമേനിയാണ്, ആചാര്യഗുരുവാണ്. നാടകങ്ങളിലേക്കും കലയിലേക്കും എഴുത്തിലേക്കും ചിന്തകളിലേക്കും കൊണ്ടുവരുന്നത് ഇവരാണ്. അവര് മുമ്പ് എന്തായിരുന്നു അതല്ലാതെ പുതിയതൊന്നാക്കി, പുതിയ കാലത്തിൻ്റെതാക്കി മാറ്റിയത് അവരാ. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും പുതുതാക്കി മാറ്റേണ്ടുന്ന ഒരു സാധനമാണ് ഇത് എന്നും, ഇതൊരു ആശയ വികാസമാണ് എന്നും ഒരുപക്ഷെ അമ്മച്ചിയുടെ കാലത്ത് കാണാം. അത് അമ്മച്ചിയുടെ പ്രത്യക്ഷതയിലുണ്ട്. ഇപ്പൊ അപ്പച്ചൻ, ഇനി നിങ്ങൾ തന്നെ അപ്പച്ചൻ 50കളിലെ ഒരു പ്രത്യക്ഷതയിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇനി മുതൽ അപ്പച്ച എന്ന് വിളിക്കണ്ട, അപ്പച്ചൻ കഴിഞ്ഞിരിക്കുന്നു
എന്ന് പറഞ്ഞാൽ ആ ശരീരം പോയി, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവമാണ്, നിങ്ങൾക്ക് ദൈവമായി, ഞാൻ വന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇനി ഇത് പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് ദൈവമായി, ഇനി അതെ. നിങ്ങളെ നയിക്കാൻ ഒരു ഗുരുവിനെയാണ് ആവശ്യം. അതൊരർത്ഥത്തിൽ ദേവനായി പിന്നീട് അത് വികസിക്കുകയും അത് ഒരുപക്ഷെ അന്ന് ജീവിച്ച് മരിച്ച അല്ലെങ്കിൽ ജീവിച്ച് ദേഹം വിയോഗം സംഭവിച്ച പൊയ്കേലപ്പച്ചനല്ല, മറിച്ച് അപ്പച്ചന്റെ വിഷയമാണ്. ആ വിഷയത്തിനെയാണ് നെല്ലിയലയിൽ നിങ്ങൾക്ക് വിളമ്പിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന തൊപ്പിപ്പാള രഹസ്യത്തെ പറ്റി ഇവർ പറയുന്നത്. ആ രഹസ്യത്തിന്റെ ഒരു എംബോഡിമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഒരർത്ഥത്തിൽ ഗുരുദേവൻ എന്ന കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാലത്തും വികസിച്ചുകൊണ്ടിരിക്കും, അത് എല്ലാ കാലത്തും ഡിബേറ്റ് ചെയ്തിരിക്കും. ആ ഡിബേറ്റ് 2028 26 27 28 വരുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും നവീനമായ ചിന്തകൾക്കനുസൃതമായിട്ട് അത് വികസിക്കും. വംശം എന്നതിനെ പറ്റി ഒരുപക്ഷെ 2020 വരെയുള്ള ചിന്തയല്ല 2025 PIDസിനകത്ത് തന്നെ നിലനിൽക്കുന്നത്. അത് എതിരാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ദളിത് പൊളിറ്റിക്സിനെ സംബന്ധിച്ചോ നമ്മുടെ നാട്ടിൽ വികസിച്ചു വന്ന പല രാഷ്ട്രീയ ചിന്തകളുണ്ടല്ലോ, ഇതിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. പല നമ്മുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സമുദായത്തിലെ ആളുകളെല്ലാം തന്നെ ഇപ്പൊ ഒരുപക്ഷെ കാണുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ചിന്തകരായിട്ടുള്ള ശ്യാംകുമാറോ ദിനുവോ എം കബിക്കാടോ അല്ലെങ്കിൽ വിനിൽ പോളോ ഒക്കെ നാരേറ്റ് ചെയ്ത പുതിയ പഴയ അവർ പുതിയ ആലോചനകൾ കൊണ്ടുവയ്ക്കും. അതനുസരിച്ചാണ് ഇത്തരം പുതുതാക്കി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ആശയ ലോകമാണ് പിന്നീട് നമ്മൾ പറയുന്ന ഗുരുദേവൻ. അതിനകത്ത് വന്ന ഇടയ്ക്ക് ഡിബേറ്റുകളുടെ ഭാഗമാണ്. അത് അമ്മച്ചിയുടെ പ്രത്യക്ഷതകളെ കൃത്യമായി ക്രോഡീകരിച്ച് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാവും. അത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ പ്രഭാഷ സംഗ്രഹം എടുത്ത് വായിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. ആ പ്രഭാഷണത്തിനോടൊപ്പം പ്രഭാഷ സംഗ്രഹം ഈസ് ആൻ എഡിറ്റഡ് വർക്ക്. ആക്ച്വലി എഡിറ്റഡ് വർക്ക് 90s തിരുമേനിയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ അമ്മച്ചിയുടെ പ്രത്യക്ഷതയെ ക്രോഡീകരിക്കാൻ. അത് പിന്നീട് തങ്കപ്പൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം തന്നെ ഇവിടെ നേരിട്ട് പറഞ്ഞു. തിരുമേനിയുടെ ശരീരമാറ്റത്തിന് ശേഷം ഞങ്ങൾ അവർ എഡിറ്റ് ചെയ്ത സാധനമാണ് അത്. നമ്മുടെ രാൻചാനൊക്കെ പറഞ്ഞത് പ്രത്യക്ഷതയിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം, കേട്ടിട്ടുള്ളവർക്കറിയാം. ആ പറഞ്ഞ എല്ലാ കാര്യമൊന്നും ഇല്ല, നമ്മൾ ചെറിയ ആവശ്യമുള്ള സാധനമാണ് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. ഇത്തരത്തിൽ എന്തിനാണ് അത്തരത്തിൽ നമ്മൾ ഒരു ഡോക്യുമെന്റുകളെ അല്ലെങ്കിൽ ആലോചനകളെ അമ്മച്ചി ഓരോ സമയത്തും പറയുന്നത്? ആ സമയത്തെ സാമൂഹ്യ മാറ്റം എന്താണ്? ഒരുപക്ഷെ PIDs അനുഭവിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടായിരിക്കും, അന്നുണ്ടായ ചിലപ്പോൾ സാമൂഹ്യ പുതിയ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ടാവാം. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് ഇവോൾവ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും പുതിയ ആവശ്യങ്ങൾക്കായിട്ട് ചില തന്ത്രങ്ങളെ കൊണ്ടുവയ്ക്കുകയും അപ്പച്ചൻ തന്നെ പറയുന്ന പോലെ അപ്പച്ചനെ പറ്റി പാട്ടുണ്ട്, യഹോവയെന്ന് ആദിയിൽ വന്നതിവൻ. ഇവർ യഹോവയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. യഹോവയെന്ന് ആദിയിൽ വന്നതിവൻ എന്നത് ഒരു അർത്ഥത്തിൽ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കലായ ഒരു തന്ത്രമായിരുന്നു അവിടെ. യഹോവയെന്ന് ആദിയിൽ വന്നത് ഇവനാണോ അല്ലെന്നൊന്നും ഇവിടെ തർക്കമില്ല. അതൊന്നുമല്ല നമ്മളെ പ്രശ്നം. PID സബളും പറയുന്നത് ആദിയിൽ തന്നെ വന്നോന്ന് പോലും ഇവിടെ പ്രധാനമല്ല എന്നുള്ളതാണ്. അത് അമ്മയ്ക്ക് തന്നെ ഇതിലും കാണാമല്ലോ. ഇപ്പോ ഞങ്ങളെ ഈ CP എഴുതുന്നൊരു കത്തുണ്ട് 40കളിൽ. ഞങ്ങളെ ഈ മാറ്റത്തെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. അപ്പൊ 40കളിൽ അമ്മച്ചി അധികാരത്തിൽ വന്നതിന് ശേഷം CPക്ക് എഴുതുന്ന അന്നത്തെ ദിവാൻ CPക്ക് എഴുതുന്ന കത്തിൽ ഞങ്ങൾ വ്യത്യസ്ത ജാതി മതത്തിൽ ജാതിയും മതവും ഉപേക്ഷിച്ച് പൊയ്കയിൽ യോഹന്നാനെ ദൈവമായി കാണുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഞങ്ങളെ യോഹന്നാൻ സഭയിൽ പ്രണാമനം ചെയ്ത് പിന്നോക്കാനുകൂല്യം ഇതാ പറയുന്നത്. യോഹന്നാൻ സഭയിൽ നിന്ന് പുനർനാമകരണം ചെയ്ത് സമുദായമായി പരിഗണിക്കണം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്റ്റേറ്റുമായിട്ട് എൻഗേജ് ചെയ്യാം. അപ്പൊ പേര് പ്രത്യക്ഷ ദൈവസഭ എന്ന് പറയുന്ന പേരിനും അപ്പുറത്തേക്ക് ഇതിനെ പുതിയ ആശയമായി വികസിപ്പിക്കുക. അപ്പൊ ആ സമയത്ത് ദിവാനെ തള്ളുന്നു. അതൊരു ഹിന്ദു രാജ്യമാകാനുള്ള വലിയ ശ്രമത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. അതിനുശേഷം 50കളിൽ വരുന്ന സമയത്ത് പുതിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു. ഉടനെ അമ്മച്ചി പറഞ്ഞ ഓക്കെ നമ്മളെല്ലാം ഇനി ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓരോ സമയത്തെ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇവരെ സസ്റ്റെയിൻ ചെയ്യുകയും ആ സസ്റ്റെയിൻ ചെയ്ത് അതുപോലെ നിലനിർത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പല വിധത്തിൽ അവരെ എൻഗേജ് ചെയ്യിക്കുന്നു, അവരെ പുതിയ സൊസൈറ്റിയുടെ ഭാഗമാക്കുന്നു, പുതിയ രാഷ്ട്രീയ ചിന്തകളുടെ ഭാഗമാക്കുന്നു. അങ്ങനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. തൊഴിലുകളെ തിരുവനന്തപുരത്ത് നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന് കോട്ടയത്ത് വന്ന് അവരെ തൊഴിൽ പഠിപ്പിക്കുന്നു. ഈറ്റ വെച്ച് കൊട്ടയം പായ നെയ്യാൻ പഠിപ്പിക്കുന്നു, നെയ്ത്തുശാലകൾ വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ 50കളിലൊക്കെ അവസാനം ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പല വിധത്തിൽ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പവറിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഡിബേറ്റുകളുടെ ഭാഗമായി ഈ പേരുകളും ഒക്കെ വരുന്നത്. ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള ഡിബേറ്റിന്റെ ഭാഗമായി ബൈബിൾ തർക്കത്തിൽ PIDs ഇപ്പോഴും ഉണ്ട്. ബൈബിൾ തർക്കത്തിലല്ല, ബൈബിൾ നാരറ്റീവുകൾക്കകത്ത് രൂപപ്പെട്ട നമ്മുടെ സൗന്ദര്യ ബോധങ്ങളെ ചോദ്യം ചെയ്യുന്ന ലോകത്താകമാനം. ഇവിടെ ഞാൻ ജർമ്മനിയിൽ നിൽക്കുമ്പോഴും എനിക്കറിയാം ഓരോ സംവിധാനത്തെയും നാരറ്റ് ചെയ്യുന്നതിനകത്ത് ബൈബിൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ബൃഹദാഖ്യാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാരറ്റീവിലെ നോഷനുകളെയൊക്കെ രൂപീകരിക്കുന്നത്. ഇത്തരം നോഷനുകളെ
നമ്മളിപ്പം ഒന്നും വേണ്ട, നമുക്ക് ഈ ജർമ്മനിയോ യൂറോപ്പോ ഒക്കെ വിട്ട് നമുക്ക് യു എസ് നോക്കാം. വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ യു എസ് പൊളിറ്റിക്സ്? യു എസ് പൊളിറ്റിക്സിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർ നല്ല കുടുംബസ്ഥനും ക്രിസ്ത്യാനി ആയിരിക്കണം. എല്ലാവരും പള്ളി പോകും, ട്രംപൊക്കെ ഫസ്റ്റ് പള്ളി പോകും. അപ്പം അതേപോലെ ഈ ബ്ലാക്സിന്റെ മൈഗ്രേഷൻ, സൗത്തിൽ നിന്നുള്ള മൈഗ്രേഷനൊക്കെ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഈ ബൈബിളിനകത്ത് അനുസ്മരിപ്പിക്കും വിധം മറ്റേ കനാദേശം തേടിയുള്ള യാത്ര പോലെ അവരൊക്കെ അവരുടെ ജീവിതങ്ങളെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒബാമയുടെ സമയത്തൊക്കെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം, പല രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട് നമുക്ക് കാണാം. പല 80കളിലെ ബ്ലാക്ക് പൊളിറ്റിക്സിന്റെ ചേഞ്ച്, അവിടുത്തെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ബൈബിൾ തിയോളജിക്ക് വലിയ പങ്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിശ്വാസിയാവണം നിർബന്ധമൊന്നുമില്ല, മറിച്ച് അവരുടെ ചിന്തകൾ ഇപ്പോൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ മറ്റൊരു വാക്ക് നമ്മൾ പൊളിറ്റിക്കലി പറഞ്ഞാൽ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംവരണം കൊടുക്കണം നമ്മൾ പറയുന്നത്. സാമ്പത്തിക സംവരണം ആകുമ്പോൾ എല്ലാവർക്കും സംവരണമാവല്ലോ, ഐഡിയ തന്നെ കളയുമല്ലേ. അപ്പൊ ഇങ്ങനെ സവർണ വൈറ്റ് ആലോചനകളെ മുൻനിർത്തിക്കൊണ്ട് വരുന്ന ഗ്ലോബൽ ആലോചന ക്രമത്തിനെ സ്വാധീനിക്കുന്ന, ഒരർത്ഥത്തിൽ ബിബ്ലിക്കലായോ ഒക്കെ സ്വാധീനിക്കുന്ന ഈ ചർച്ചയ്ക്കകത്തേക്ക് ട്രാൻസ്നാഷണലായി കടന്നു വരികയാണ് PRDs ചെയ്യുന്നത്. അത് അമ്മച്ചി കാലത്ത് വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഹിന്ദുയിസ്റ്റിക് തർക്കത്തിന്, ഇപ്പൊ നമ്മൾ മലയാള മാസം ഉപയോഗിക്കും. നമ്മൾ മലയാള മാസം ഉപയോഗിക്കുന്ന ഇറ്റ് ഈസ് ആക്ച്വലി അഗെയിൻസ്റ്റ് ദ ബ്രാഹ്മണിക്കൽ ഓർഡർ. നമ്മുടെ നമ്മുടെ 1-ാം തീയതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണേ. നമുക്ക് 1-ാം തീയതി വേറൊരു ദിവസമാണ് മറ്റുള്ളവരെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച്. ഞാൻ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ബാബറി മസ്ജിദിന് അവിടെ ഈ ക്ഷേത്രം പണിതല്ലോ. ക്ഷേത്രം പണിയുന്ന സമയത്ത് എല്ലാ ഹിന്ദുക്കളും ഫോട്ടോ ഇട്ടു ക്ഷേത്രത്തിന്റെ. PRDsകാരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് തിരുമേനിയുടെ ജന്മദിനമായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. എന്നുവെച്ചാൽ അവര് വേറൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവര് പറയുന്ന ഗണപതി മുരുകൻ തർക്കമൊന്നും അവരെ ബാധിക്കുന്ന സാധനമല്ല. ഒരർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്ന സാധനം തന്നെ 20-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ടതാണെന്ന് ഒരു അക്കാഡമിക് ചർച്ചയിൽ പോലും പറയേണ്ട ആവശ്യമില്ല. അത് ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. അവരറിഞ്ഞോ അറിയാതെയോ ഇതിനകത്തൊന്നും പെടാതെ തന്നെ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക്. പിന്നെ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊരു പെർഫെക്റ്റ് കമ്മ്യൂണിറ്റി ഒന്നുമല്ല. അത് ഒരു പക്ഷേ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും PRDsനകത്തുണ്ട്. പക്ഷെ ഒരു പരിധി വരെ ഈ തിയോളജിക്കലായി വെച്ചിരിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ, വളരെ റാഷണൽ ആയ ഒരു ഫിലോസഫി, ഒരു പരിധി വരെ. റാഷണൽ എന്ന് പറയുന്നത് ഒരു അംബിഗസ് ആയിട്ടുള്ള ടൈമാണ്, അത് ഓരോ കാലത്തും മാറി വരുന്ന സാധനമാണ്. പക്ഷെ അപ്പോഴും അതിന് ഈ ഇവോൾവിങ് സാധ്യതയുള്ള ഈ ഒരു ഫിലോസഫി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ പാടാണ് നമുക്ക് ഇവരെ അടിമേനെ ഉൾക്കൊള്ളാനോ. ഇപ്പൊ ജാതി മോശമായിരുന്നു എന്നൊക്കെ ഇനിയിപ്പോൾ RSS റൈറ്റ് വിങ്ങോ അംഗീകരിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെയാണെന്ന് അംഗീകരിച്ചാൽ തന്നെ, PRDsനകത്ത് ഒരു ഫിലോസഫിക്കലി ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഘടകമുണ്ട്. അത് നമ്മൾ എടുത്താൽ ഈ പ്രശ്നം ക്ലോസാ. അപ്പം നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ പക്ഷേ സ്ത്രീകൾക്കെതിരായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് ഫിലോസഫിക്കലി ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബൈബിളിനകത്തോ അല്ലെങ്കിൽ ഹിന്ദു ഗ്രന്ഥത്തിനകത്തോ ഇതിനകത്ത് സ്ത്രീകൾക്ക് മോശമായി പറയുന്ന തരത്തിൽ PRDsന്റെ ഫിലോസഫിക്കകത്ത് അങ്ങനെ ഒരു സാധനമില്ല. പല കാലങ്ങളിൽ പല നാരറ്റീവ് ആയാലും കൊണ്ടുവരാം. പക്ഷെ ഫിലോസഫിക്കലി നമ്മൾ ശ്രദ്ധിച്ചാൽ അടിമ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ ജീവനും ശരീരത്തിനും ഉള്ള ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ് PRDs ഫിലോസഫിയുടെ കോർ. അത്തരം സാധ്യതകൾ PRDs പല അർത്ഥത്തിൽ രൂപപ്പെടുത്തിയാണ് മുൻപോട്ട് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 1947 എല്ലാം കഴിഞ്ഞ് ഒരു ഹിന്ദു ആവാനായിട്ടുള്ള ഒരു ഹിന്ദു നേഷനിലേക്കുള്ളൊരു യാത്ര നടക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കലി നടക്കുന്നുണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ 90കളിൽ രാമായണം, മഹാഭാരതം പോലുള്ള സീരിയൽ TV-യിലൂടെ വരുന്നു, അതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഇത്തരം RSS അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ എല്ലാം കൺസ്യൂം ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് എല്ലാ സമൂഹത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടാവാം, മുസ്ലിം സമൂഹത്തിലുണ്ടാവാം, ഈവൻ അതിൽ PRD സമൂഹത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം അത് നമ്മുടെ ഇതുവരെയുള്ള അമ്മച്ചിക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ അംബേദ്കർ കൊണ്ടുവച്ചിട്ടുള്ള ക്യാരവാന്റെ കാര്യം പറഞ്ഞ പോലെ അതിനുശേഷം ഈ 90s ഈ സംഭവിക്കുന്നത്. അപ്പം അതിനുശേഷം ഉണ്ടാകുന്ന PRDs, അതായത് പോസ്റ്റ് അമ്മച്ചി എറയില് അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്, അതിന്റെ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണ്? എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യം, എല്ലാ കമ്മ്യൂണിറ്റിയും പോലെ PRDs നമ്മൾ ഇത്ര നേരം സംസാരിച്ച് അതിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില ഫോംസ് ആണെങ്കിൽ അത് ഒരു പക്ഷേ എവിഡൻസിനകത്ത് ഒരു അപര മതവിദ്വേഷം ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങൾ PRDsനകത്തെ ആളുകൾക്കകത്തും ഉണ്ട്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ചില ഇടപെടലുകൾ
PRDസിൻ്റേത് അല്ലെങ്കിൽ പോലും ആളുകൾക്കുണ്ട്, ചില ആളുകൾക്കെങ്കിലും. അത് അവർ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നാരറ്റീവുകളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. കേരളം ഏത് നാരറ്റീവിനാണ് പിൻകാലത്ത് ഏറ്റെടുത്തത്? PRDസിനെ സംബന്ധിച്ച് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ മുൻപ് ജീവിച്ചതുപോലെയല്ല, നമ്മൾ സ്റ്റേറ്റിന്റെ ഐഡന്റിറ്റി, സ്റ്റേറ്റിന്റെ ചില സംവിധാനത്തിനകത്ത് ഭാഗവാക്കാകേണ്ടതുണ്ട്. അത് എല്ലാ കാലത്തും സ്റ്റേറ്റ് പുതുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ അയ്യപ്പ സംഗമം പോലെയുള്ള സംഗതികൾക്കകത്ത് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനെ വിശ്വസിക്കുന്നവരെ മാത്രമല്ല വിളിക്കുന്നത്, മറിച്ച് ഹിന്ദു ആരാണെന്നുള്ള, ഇതൊരർത്ഥത്തിൽ ഹിന്ദു ആരാണെന്നുള്ള പുതിയ ലിറ്റ്മസ് ടെസ്റ്റാണ്. നമ്മളെ എതിർത്താലും നിങ്ങൾ ഹിന്ദു എന്ന നിലയിൽ ബെനിഫിറ്റുകൾ മേടിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലയിൽ ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, റെപ്പറേഷൻസ് കിട്ടുന്ന ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. സോ ഇത് കാണുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ തീരുമാനിക്കുന്ന ഘടകം എന്ന് കൺഫ്യൂഷൻ ഉള്ളൊരു ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ നമുക്കിതൊരു പ്രശ്നം വരും. ഒരു കുട്ടി നോക്കുമ്പോൾ അയാളുടെ SNC ബുക്കിൽ ഹിന്ദു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഹിന്ദു ആണ്, ഈ ഹിന്ദു ബോധം വരിക. പിന്നെ ഇതിനകത്ത് സെൻസ് ഓഫ് ഹൗ സൊസൈറ്റി കാസ്റ്റിസ്റ്റായി നിലനിൽക്കുന്നു എന്നുള്ള കാരണമൊക്കെ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദു ആകുന്നത് വഴി നമ്മളൊരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ള തോന്നലൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവാം, സോഷ്യലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉണ്ടാവാം. അങ്ങനെ ആണെന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത്, അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ചില സംഗതികൾ PRDs ഉണ്ട്. എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ കാലം വരെ PRDs സ്ഥിരമായി അമ്മച്ചി ഉഴുതുമറിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സ്ഥിരമായി ക്ലാസ്സുകൾ കൊടുക്കുകയും സ്ഥിരമായി അത് ശാഖകളിൽ ഉണ്ടാവുകയും കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒക്കെ സ്ഥിരമായി ഇങ്ങനെ ഇൻഫർമേഷൻസ് ഡംപ് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ നാരറ്റീവ് ഡംപ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇവർ അപ്ഡേറ്റഡ് ആയിരുന്നു ഒരർത്ഥത്തിൽ. അപ്പൊ നമ്മൾ ആ അപ്ഡേഷന്റെ ചില അനുരണനങ്ങളാണ് ഈ ഇതിനകത്ത് കാണുന്നത്. ആദിർദ്വീപത്തിലെ 80s 90s ഡിബേറ്റ്സ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ത്തെ പറ്റിയുള്ള ഈ കല്ലറ സുകുമാരൻ, വി വി സ്വാമി തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ട്. അങ്ങനെ പല ആളുകൾ തമ്മിലുള്ള ഡിബേറ്റുകളുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ദേ വർ ടോക്കിംഗ് അബൌട്ട് സംതിങ് വെരി പൊളിറ്റിക്കൽ. അതിൽ നിന്ന് എത്ര ഭിന്നമാണ് ഇന്നത്തെ ആദിർദ്വീപം. അതുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയറബിൾ അല്ല. ഹൗ ദേ ആക്ച്വലി ഡെൽറ്റ് വിത്ത് ദ സൊസൈറ്റി. അപ്പൊ ഈ ഇൻഫർമേഷൻസിന്റെ ഡംപിങ് ഉള്ള അമ്മച്ചി കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇൻഫർമേഷൻ സംഗതി പോസ്റ്റ് അമ്മച്ചിയിൽ നടക്കുന്നില്ല. അമ്മച്ചി വളർത്തിക്കൊണ്ട് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ശരീരം മാറിയാലും മരിച്ചു പോയത് കൊണ്ട് തന്നെ പുതിയ തലമുറ തിരുമേനിമാരെ അമ്മച്ചിയോ കാണാത്തൊരു വലിയ ജനറേഷൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആളുകൾ പിന്നീട് ഇവരെ ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല, മറിച്ച് ഈ പറയുന്ന പുതിയ ആളുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പബ്ലിക് നാരറ്റീവ്സ് ആണ്. പബ്ലിക് നാരറ്റീവ്സ് എന്തൊക്കെയാണ്, ആരാണ് കൊടുക്കുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ലെഫ്റ്റ് പൊളിറ്റിക്സുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ലോകത്തെ കാണുന്ന ഒരു ക്ലാസ് നാരറ്റീവ് ഉണ്ടല്ലോ, പ്രത്യേകിച്ചും നമ്മളൊക്കെ വിമർശനമായി പറയുന്ന ഒരു നായർ നാരറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രോഗ്രസീവ് നാരറ്റീവ് ആണ് ഒരു പരിധി വരെ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഭാഗം നിൽക്കുന്നവർക്ക്. അപ്പം ചിലപ്പോൾ ചെറിയിപ്പിക്ക് ചെയ്തിട്ടായിരിക്കും ചില സാധനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇവരുടെ ചെറിയിപ്പിക്കിനെ എതിർക്കുന്ന റൈറ്റ് വിങ്ങിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആർഗ്യുമെന്റ് ആണ് മറ്റുള്ളവർ വെക്കുന്നത്. അപ്പോൾ ഈ സമുദായ രാഷ്ട്രീയത്തെ പറ്റിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയെ പറ്റിയും ആലോചന ഇല്ലാത്ത ചില ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു നായരെ സംബന്ധിച്ചോ ഒന്നും അതിന്റെ ആവശ്യമില്ല. അയാളെ സംബന്ധിച്ച് അയാൾ ഒരു പവർഫുൾ, അവർ കമ്മ്യൂണിറ്റി ഓൾറെഡി പവർഫുൾ ആണ്. എന്തൊക്കെ നരേറ്റീവ് വന്നാലും അവർ കമ്മ്യൂണിറ്റി ഈസ് ആക്ച്വലി വെരി പവർഫുൾ. അവർക്ക് സ്റ്റേറ്റ് സപ്പോർട്ട് ഉണ്ട്, അവർക്ക് സാമ്പത്തിക സ്രോതസ്സുണ്ട്, അങ്ങനെ പലവിധ സംഗതികളുണ്ട്. അങ്ങനത്തെ ഒരു സാധനം PRDസിനെ സംബന്ധിച്ച്, PRDs ആ ഒരു അർത്ഥത്തിലേക്ക് രൂപീകരിച്ച് വന്നിട്ടേ ഉള്ളൂ. ഈ പറയുന്ന മണ്ഡം ഉൾപ്പെടെ നമ്മൾ ഇന്ന് പറയുന്ന പ്ലേസ് ഇന്ന് കാണുന്ന അർത്ഥം ഉപയോഗിക്കുന്ന അമ്മച്ചിയോട് കൂടിയ അല്ലെങ്കിൽ അമ്മച്ചിക്ക് ശേഷത്തോടു കൂടിയ. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഇതിനെ ഇനി എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോകത്തോട് എൻഗേജ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനും ഈ അപ്ഡേഷൻ ഇല്ലായ്മയും ആളുകളെ പൊതുവിലുള്ള നാരേറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. RSSകാരുടെ ചില ഇടപെടലുകൾ PRDസുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസിന്റെയും ഇടപെടലുകളുണ്ട്. അപ്പം സ്ട്രോങ് ആയി നിൽക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നമ്മൾ ഇണങ്ങി നിന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് അതിന്റെ ബൗണ്ടറി എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതിനെ ഇണങ്ങി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആളുകളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അവരോട് എന്ത് പറയണം, അതെങ്ങനെയാണ് മറ്റൊരു സാധനം. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പച്ചന്റെ സമയത്തുണ്ടായിരുന്ന പോലെ അമ്മച്ചിയുടെ സമയത്തുള്ളത് പോലെ ഇപ്പൊ അമ്മച്ചി ണെന്ന് പറയുന്നു, ഇവിടെ വന്നിട്ട് പറയുന്നു എന്നാ കലിയുഗത്തിൽ കൽക്കി വരുമെന്ന് ഗീത പറഞ്ഞില്ലേ എന്ന് പറയുന്നു. ഗീത പറഞ്ഞിട്ടില്ല.
ഇത് ചുമ്മാ പറയുന്ന ഇത് 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 പറയുന്ന ഒരു പൊളിറ്റിക്കൽ പരിപാടിയുണ്ടല്ലോ, തന്ത്രപരമായിട്ടുണ്ടല്ലോ, തെറ്റിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞ അതെ അതെ അപ്പൊ അതെ ഈ തെറ്റിച്ച് പറയൽ എന്തിനായിരുന്നു എന്നും അത് പക്ഷേ നമ്മൾ ആളുകളെ ബ്രാഹ്മണിക്കലാക്കാതെ ഇവരുടെ തന്നെ ട്രഡീഷണൽ കോറിനകത്ത് വേറൊരു തരത്തിൽ രൂപീകരിച്ച് കസ്റ്റം രൂപീകരിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപക്ഷെ അധികാരികൾക്കോ ഭരണാധികാരികൾക്കോ പറ്റുന്നില്ല. അപ്പച്ചന്റെ സമയത്തും നമുക്ക് അതേ കാണാം. അപ്പച്ചന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെ നമുക്ക് അമ്മച്ചിയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പോ ഇരമ്യാവിന്റെ പുസ്തകത്തെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഒരു AVL എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഇരമ്യാവ് എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ അവസാനത്തെ അടിമകളിൽ ഒരാളായ ഇരമ്യാവിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ സാധനമാണ്. ഇപ്പൊ പൊയ്കേൽ യോഹന്നാന്റെ 3 ചാപ്റ്റർ പൊയ്കേൽ യോഹന്നാനെ പറ്റിയാണ്. പൊയ്കേൽ യോഹന്നാന്റെ യോഗത്തിന് പോകുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഈ എല്ലാവരും വരും, സവർണരും എല്ലാം വരും. ആ സമയത്ത് അപ്പച്ചൻ പറയും. അത് നമ്മൾ സവർണർ പോയി കഴിയുമ്പോഴത്തേനും ഈ ദളിത് കമ്മ്യൂണിറ്റി മാത്രമുള്ള മാർജിനലൈസ് കമ്മ്യൂണിറ്റി മാത്രമുള്ള സമയത്ത് ആര്യന്മാരുടെ വരവിനെ പറ്റി പറയും. അതിനുശേഷം വിഭാഗത്തിന്റെ വിശ്വാസികളോട് മറ്റെന്തോ ആണ് സംസാരിക്കുന്നതെന്നും അത് ഞങ്ങൾക്ക് കേൾക്കാൻ വിവാഹമില്ല എന്നും രമ്യ പറയുന്നത്. അങ്ങനെ ആരോട് എങ്ങനെ ഓഡിയൻസിനനുസരിച്ച് അവരെ മോൾഡ് ചെയ്യുന്ന ഒരു രീതി. ഇതിന്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ നമുക്ക് അമ്മച്ചിയിലും കാണാം. അമ്മച്ചിയുടെ സമയത്ത് പറയുന്ന കാര്യം ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ നയിക്കാൻ പറ്റുന്ന ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് അതിനുള്ളത്. അതിന് ചില പൊളിറ്റിക്കലായ സ്വഭാവത്തിലാണ് അവരതിനെ രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല കമ്മ്യൂണിറ്റിക്ക്. ഗ്രൂപ്പ് ഒരു പൊളിറ്റിക്സ് ഇല്ല. ഇവർ ഈ ഹെഡ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗ്രൂപ്പിനെ പൊളിറ്റിക്കലായി കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ക്രോഡീകരണങ്ങളില്ലാത്തത്. ക്രോഡീകരണം ഇൻ ദ സെൻസ് പൊളിറ്റിക്കൽ ക്രോഡീകരണം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഉപദേഷ്ടാവും ഒരേപോലെ പറയണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരേപോലെ പറയണം എന്നല്ല, പക്ഷേ പറയുന്ന എന്തായാലും അതിന്റെ ഒരു പൊളിറ്റിക്കൽ വിഷൻ എന്തായിരിക്കണം എന്നൊരു സാധനമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപദേഷ്ടാവ് പറയുന്ന അയാളുടെ ഉദ്ദേശമല്ല മറ്റൊരു സ്ഥലത്തിന്റെ. അപ്പൊ ഈ ഉദ്ദേശങ്ങളുടെ വ്യത്യാസം ഇത് കേൾക്കുന്ന ആളുകളെ ബാധിക്കും. ഇല്ലായ്മ പോസ്റ്റ് അമ്മച്ചി കാലഘട്ടത്തിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ധാരണയില്ലായ്മ, വിഷൻ ഇല്ലായ്മ, മറ്റൊന്ന് ഡ്രീം ഇല്ലായ്മ. ഒരു പരിധി വരെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന മറ്റ് എക്സോട്ടിക് ആയിട്ടുള്ള മറ്റ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലുമൊക്കെ പേരുകൾ വരുന്നുണ്ടെങ്കിൽ അത്തരം കാരണങ്ങൾ പോലും ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ധാരണ ഇല്ലായ്മയാണ്. ആ പൊളിറ്റിക്കൽ ധാരണ ഉണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ KDP കേരള ദളിത് പാന്തേഴ്സിന്റെ അവരുടെ ഒരു പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു അവർ മദ്യപിക്കില്ല, സെറ്റ് വലിക്കില്ല. They did that. They knew that they had a vision, they had a politics. ആ പൊളിറ്റിക്സ് എനിക്കുണ്ട് എന്നുള്ളൊരു സാധനം ഇല്ലാത്തൊരു ഗ്രൂപ്പായി. ഒരു പക്ഷേ അതിന്റെ ഒരു വളർച്ചയ്ക്ക് സ്റ്റേറ്റ് ഒക്കെ പല ഘടകങ്ങളായിരിക്കാം കേട്ടോ. നമ്മളിപ്പോ സ്വയം വിമർശനം എന്ന നിലയിലാണ് ഇത് പറയുന്നത്. അതിനകത്ത് ഇപ്പൊ സ്റ്റേറ്റ് ചിലപ്പോ ഇന്ന രീതിയിൽ ഇപ്പൊ കിർത്താഡ്സ് വന്ന് ഇവരെ ഓഫ് ചെയ്യും, ഈ ഇവിടെയുള്ള ഗ്രൂപ്പിനെ എല്ലാം സംവരണത്തിൽ നിന്ന് പുറന്തള്ളും, അട്രോസിറ്റിയിൽ നിന്ന് പുറന്തള്ളും എന്ന് പറയുന്ന സമയത്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ അവരെ എങ്ങനെയൊക്കെ തടുക്കാനോ നിലയിൽ ചില മാറ്റങ്ങൾ വരുത്തും. അതേസമയത്ത് ആ വിഷനെ അത് ബാധിക്കാത്ത നിലയിലായിരിക്കാം അത് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാൽ അതിനുശേഷമുള്ള ആളുകൾക്ക് ആ നിലയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത് വലിയ നിലയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവരൊരു ഇന്റേണൽ തർക്കങ്ങൾ മാത്രമാണ് ഗ്രൂപ്പായി പോയി. അതെ അതെ. അത് മാത്രമല്ല ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സും കാര്യങ്ങളെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞൊരു മേ ബി ഒരു 10-15 ഇയേഴ്സിന്റെ ഒരു കാലയളവിൽ. അത് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഈ അടിമ വിഷയം എന്ന വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ ഗുരുദേവനായി മാറിയെങ്കിലും നമ്മൾ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന പ്രശ്നം എന്ന് കൃത്യമായി എൻഗേജ് ചെയ്യാൻ, കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ ജാതി എന്ന പ്രശ്നത്തിൽ നമ്മൾ ഒന്നിക്കുന്നതിനപ്പുറത്തേക്ക് ജാതി എന്നത് മാത്രമായി നിൽക്കുന്ന പ്രശ്നമല്ല, ജെൻഡർ ഉൾപ്പെടെ മറ്റ് മാർജിനലൈസേഷനുകൾ, രാജ്യത്തിന് മേലുള്ള അടിമ, അല്ലെങ്കിൽ മറ്റ് അന്ധവിശ്വാസങ്ങൾക്ക് വരെ അടിമപ്പെടാതിരിക്കുക എന്ന പല വിധത്തിലുള്ള അതിന്റെ വികാസം ഉണ്ടല്ലോ. ആ വികാസത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എത്തിക്കാൻ പറ്റാത്ത എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മച്ചി ഉള്ള കാലഘട്ടം വരെ അമ്മച്ചി നയിക്കുന്നു എന്ന നിലയിൽ നിന്നു. പോസ്റ്റ് അമ്മച്ചിയിൽ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ മണ്ഡം ഉൾപ്പെടെ പിയാഡിസ് എന്താണെന്ന് റീഡിഫൈൻ ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട്. എന്താണ് ദൈവം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു പിയാഡിസ് എന്താണ് ദൈവം? ഇപ്പൊ ഇണ ചേരാനില്ലാത്ത സഭ ഭൂമിയിൽ ഇല്ല. ഇതിന് അതെന്തുകൊണ്ടായിരിക്കും ഇണ ചേരാനില്ലാത്ത? ഇപ്പോ അവതാരമാണെന്ന് ഒരാൾ പറയുന്നു, ഒരാൾ പറയുന്നു ദൈവമാണെന്ന് പറയുന്നു. അപ്പൊ ഇത് മറ്റുള്ളവർ ഇത് തന്നെയല്ലേ പറയുന്നത്. അപ്പൊ ഇണ ചേരാനില്ലാത്തത് എന്നതുകൊണ്ട് ഇവരെന്താണ് ഉപയോഗിക്കുന്നത്?
അത് ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് എന്താണ് ദൈവം, അല്ലെങ്കിൽ ആ ദൈവം വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചില വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവർ വിചാരിക്കുന്നത് പിയാഡിസിനെ പറ്റിയുള്ള വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് അല്ല. അതെ നമ്മളെ അതെ തിരിച്ചു ഇപ്പോൾ ആ സമയത്തെ പല ഗ്രൂപ്പുകളെ പോലെ നമ്മൾക്കും പണ്ടൊരു ഭൂതകാലം നന്നായി ഉണ്ടായിരുന്നു. ആ പേര് സ്വീകരിച്ച് പുറകോട്ട് പോയി ഇപ്പൊ നമ്മൾ ആ പേരുകളിലേക്ക് മാറാം. അല്ലെങ്കിൽ ഇപ്പോൾ പുലയരെല്ലാവരും കൂടെ ചേരന്മാരായിരുന്ന പറയലാണ് സാമ്പോരായാലും എന്താന്ന് ചോദിക്കുന്ന പോലെ ഈ പഴയ ഒരു ചരിത്രത്തിലേക്ക് അഭിരമിക്കുകയല്ല PRDC എന്ന്, മറിച്ച് ഒരു പക്ഷേ അത്തരം രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ അഭിവൃദ്ധി ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്നും എവിടെ സംഭവിച്ചു എന്നും അത് വീണ്ടെടുത്ത് തരാമെന്നും, എന്നാൽ തരുന്നത് ഫ്യൂച്ചറിലേക്കാണ്, അതെ അതെ പുതിയൊരു ഗ്രൂപ്പായി മുൻപോട്ട് പോകാനട്ട, അതിലേക്ക് അതെ. തിരിച്ചു പോകാനല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാസ്റ്റിന്റെ എല്ലാ സാധനങ്ങളും റദ്ദ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയാണ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മൾ എന്താ സംഭവിച്ചാൽ പുതിയ ഈ എത്നിക് നാഷണാലിറ്റി വന്ന സമയത്ത് ഇത് PRDC മാത്രം പ്രശ്നമല്ല, പൊതുവിൽ സൊസൈറ്റിയിൽ വന്ന മാറ്റം ഒരു എത്നിക് നാഷണാലിറ്റിയിലേക്ക് വരും, കൾച്ചറലി പുറകോട്ട് പോകാനുള്ള. ഇപ്പോ മറ്റേ ഈ പറഞ്ഞ പോലെ എയറോപ്ലെയിൻ ഉണ്ടാക്കിയത് രാമനാണ് അല്ലെ, അങ്ങനത്തെ ചില വാദങ്ങളുണ്ട്. പഴയ പുഷ്പവിമാനം പറയുന്ന പോലെ ഇവരും ചരിത്രത്തിൽ നമ്മളെ സ്ഥാപിക്കേണ്ടുന്ന ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ വിഷനില്ലായ്മ ഇതിനെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ ഇവരുടെ അജണ്ടകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കാസ്റ്റ് ഗ്രൂപ്പിന്റെ, അത് ദളിത് കമ്മ്യൂണിറ്റികളിൽ നിന്ന് തന്നെയുള്ള കാസ്റ്റ് ഗ്രൂപ്പിന്റെ ആർഗ്യുമെന്റുകളിലേക്കോ ഇവര് താന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പൂണൂലിട്ട് ബ്രാഹ്മണരായിരുന്നു, ഞങ്ങളെ പുറത്താക്കിയതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ദളിതരായി പോയെന്നൊക്കെ പറഞ്ഞ ചില ആർഗ്യുമെന്റുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി വാദത്തിലേക്ക് കാരണം ഇവർ എൻഗേജ് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെയാണല്ലോ. ഇവർക്ക് നോളജും ഇവർക്ക് ഇൻഫർമേഷൻസും കൊടുക്കുന്നത് ഇവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് അമ്മച്ചിയിൽ സഭ ഒരു ഇൻഫർമേഷനോ ഒരു നോളജ് സാധനമോ അമ്മച്ചിയുടെ കാലത്തുള്ള പോലെ കൊടുക്കാത്തത് കൊണ്ട് ഇവർ ഈ നോളജ് എടുക്കുന്ന പുറത്തുനിന്ന് ഈ ഗ്രൂപ്പ് ഇവരുടെ മാമനിൽ നിന്നോ മച്ചാനിൽ നിന്നോ ഒക്കെ ആയിരിക്കും. ഇവരുടെ മാമനും മച്ചാനൊക്കെ ഏതെങ്കിലും കാസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളായിരിക്കും. അവര് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെയൊക്കെ മന്ദിരങ്ങളിൽ ഇടയ്ക്ക് ഷട്ടൂരി വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഈ പറയുന്ന പോലെ പല വിധത്തിൽ എടുത്തോണ്ട് വരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് അത് ഈ പറഞ്ഞ സഭ കൃത്യമായ ഒരു ഇൻഫർമേഷൻസ് അപ്ഡേഷൻസ് കൊടുക്കാത്തതിന്റെ പോസ്റ്റ് അമ്മച്ചിയിലുണ്ടായ ഇതിന്റെ വിടവിന്റെ ഭാഗമായി രൂപപ്പെട്ടു. അതാണ് അതിന്റെ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നൊരു. അത് കറക്റ്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നേതൃത്വത്തിൽ നിന്ന് കൃത്യമായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് എവിടെ കിട്ടുന്നു അവിടുന്ന് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന അപ്ലൈ ചെയ്യാൻ നോക്കുവാണ്. പ്രത്യേകിച്ചും ഈ ഒരു നെക്സ്റ്റ് ജനറേഷനോട് വരുന്ന ഒരു സമയത്തെ, കാരണം ഈ ജെൻസി പോലത്തെ ഉള്ള ജനറേഷനൊന്നും ഇതൊന്നും അല്ല, അത് വേറൊരു ലോകത്താണ് അവർ നിൽക്കുന്നത് തന്നെ. അപ്പൊ അത്തരം ജനറേഷനിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകുന്നുള്ളത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ സോണിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് വളരെ ശക്തമായിട്ടുള്ളൊരു വാദം വന്നത്, അതായത് ഇപ്പൊ PRDS കാസ്റ്റിനെതിരെ ആന്റി കാസ്റ്റ് നിൽക്കുന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പ് ആണല്ലോ. കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനെ എന്തുകൊണ്ട് PRDS പിന്തുണയ്ക്കുന്നു? കാരണം PRDS കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ. അപ്പം PRDS ശരിക്കും എക്കണോമിക് ആയിട്ടുള്ള റിസർവേഷനാണല്ലോ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വാദം പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ലിറ്ററസി പ്രശ്നമുണ്ട്. ഈ ഒരു ഇതിന്റെ റിസർവേഷൻ എന്താണെന്ന് അറിയാൻ മേലാത്തതും PRDS ശരിക്കും എന്താണെന്ന് അറിയാൻ മേലാത്തതും ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ യങ്ങർ ജനറേഷന്റെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പോട്ടുള്ള പുറകോട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നമ്മള് അനന്തു എങ്ങനെയാ അതിനെ കാണുന്നത്, പ്രത്യേകിച്ച് ഈ റിസർവേഷൻ വാദത്തെ? തീർച്ചയായിട്ടും തനിച്ചേട്ടൻ പറഞ്ഞു തന്നെ എൻ്റെ കാരണം. ഒന്ന് ഇൻഫർമേഷൻ ഇല്ലായ്മ, പിന്നെ PRDSന്റെ ഹിസ്റ്ററിയെ പറ്റി ധാരണയില്ലായ്മ. ഒരു പക്ഷേ PRDSന്റെ മുതിർന്ന ജനറേഷനിൽ തന്നെ എത്ര പേർക്ക് അതായത് ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന കാര്യം ചില ആളുകൾക്ക് മറന്നു പോകാൻ എളുപ്പമാണ്, ഈസിലി ഫോർഗറ്റ് ചെയ്യാം. കാരണം ചരിത്രത്തെ നമ്മൾ നാരറ്റീവ്സ് ആയിട്ടാണല്ലോ ചെറിപ്പിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇപ്പോൾ PRDSന്റെ രൂപീകരണ സമയത്ത് PRDS ഒരു ദിവസം വന്നിട്ട് ഇപ്പോൾ നമ്മൾ യോഗത്തിൽ പറയുന്ന പോലെ അപ്പച്ചൻ ഒരു യോഗത്തിൽ വിളിക്കുന്നു, ഈ പറയുന്നത് പോലെ ചില കാസ്റ്റുകാരെ പേര് വിളിക്കുന്നു, നിങ്ങളിവിടെ വന്നിട്ട് വെള്ളം ഒഴിക്കാൻ പറയുന്നു. എന്നിട്ട് ആ വെള്ളം യോഗം നടത്തിയതിന് ശേഷം ഇനി ആ വെള്ളം എടുക്കാൻ പറയുന്നു. അവർക്ക് മനസ്സിലാവുന്നു ഇനി അവർ ഒഴിച്ച വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ ഒട്ടിത്തലയന്മാരെന്ന് വിളിക്കുന്നു.
ഒരു യോഗം നടത്തി. ഒറ്റ യോഗത്തോട് തീർന്ന ഒരു കാസ്റ്റിന്റെ പ്രശ്നമായിട്ട് അവരതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ അല്ല, PRDs ആക്ച്വലി എൻഗേജ് ചെയ്തത് മിലേനിയാസ് ഓഫ് സെഞ്ചുറീസ് ഓഫ് കാസ്റ്റിന്റെ തോട്ട്സിനെയും കസ്റ്റംസിനെയും ട്രഡീഷൻസിനെയും ചിന്താധാരകളെയാണ്. അത് വലിയൊരു പ്രോസസ് ആയിട്ട് തന്നെയാണ് PRDs ചെയ്യുന്നത്. PRDs തന്നെ ഇതിനകത്ത് വ്യത്യസ്ത കാസ്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പുകൾക്കകത്ത് വ്യത്യസ്തമായി പറഞ്ഞു കൊടുത്ത് ഓരോന്നിനെ ബ്രേക്ക് ചെയ്തെടുത്തിട്ടാണ് ഒരു സാധനമാക്കി മാറ്റുന്നത്. വി ഹാവ് റെക്കോർഡ് ഫോർ ദാറ്റ്. അവർ പല വിധത്തിലുള്ള കാസ്റ്റ് ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ വ്യത്യസ്തമായി ഡീൽ ചെയ്ത് വ്യത്യസ്തമായി ആർഗ്യൂ ചെയ്ത് ആ വ്യത്യസ്ത ഡീലിംഗ് വഴി പയ്യെ മാറ്റി പിന്നീട് എല്ലാത്തിനെയും കൊണ്ട് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ് ഓഫ് തിങ് തന്നെ ഹാപ്പൻ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നീട് ഇത് മുൻപോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്സിനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. PRDs അങ്ങനെ വരുന്ന സമയത്ത് PRDsന് ചുറ്റുമുള്ള അന്നത്തെ സോഷ്യൽ സിസ്റ്റം പ്രകാരം PRDsനെ ആളുകളെ അവരുടെ ബന്ധുക്കൾ പോലും വീട്ടിൽ കയറ്റാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് മാത്രമായി ഒതുങ്ങി നിന്നു. PRDs ആസ് എ ഗ്രൂപ്പ് ഇവര് സ്വയം ജാതി ഒന്നും പ്രശ്നം, കാരണം അഫ്കോഴ്സ് അതേഴ്സ് എക്സ്ക്ലൂഡഡ്. അപ്പച്ചനെതിരെ കേസ് കൊടുത്ത പല ഗ്രൂപ്പുകളും ദളിത് ഗ്രൂപ്പുകൾ തന്നെയാണ് ആ കാലത്ത്. കാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നു, കാസ്റ്റ് മാറി കല്യാണം കഴിക്കുന്നു, ഇതൊക്കെയായിരുന്നല്ലോ പൊയ്യലപ്പച്ചനെതിരായിട്ടും PRDs-എതിരായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ കേസ് PRDs ഒരു വേർതിരിക്കപ്പെട്ട ജനത എന്ന് അപ്പച്ചൻ വിളിക്കുന്ന സമയത്ത് അത് വെറുതെ ലിറ്ററൽ വിളി മാത്രമല്ല, ഈ വേർതിരിക്കൽ സൊസൈറ്റിയിൽ എവിഡന്റ് ആയിരുന്നു. ഇപ്പൊ PRDs-ആയിട്ടുള്ള കല്യാണങ്ങൾക്കൊന്നും PRDs-ആരെ വിളിക്കില്ല, PRDs-ആരുമായി ബന്ധപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. പക്ഷേ ഈ PRDs ആസ് എ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, സൊസൈറ്റിയിൽ ചെയ്യപ്പെട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടെയാണ്. ഇപ്പൊ നമ്മൾ ബുദ്ധിസത്തിനെ പറ്റി പറയുമ്പോൾ ബുദ്ധിസ്റ്റുകൾക്ക് റിസർവേഷൻ ഉണ്ട്. നമ്മൾ ബുദ്ധിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് റിസർവേഷൻ? ബുദ്ധിസത്തെ അൾട്ടിമേറ്റ്ലി ഹിന്ദുയിസത്തിന്റെ ഭാഗമാണ് എന്ന സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് റിസർവേഷൻ. സോ ഹിന്ദു എന്നത് ഒരർത്ഥത്തിലും ഒറ്റ പേരല്ലാത്തത് കൊണ്ടും അവര് അഫ്കോഴ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരിമിതിയും കൂടെയാണല്ലോ അത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ഹിന്ദു ആയിട്ടാണ്, ഹിന്ദുവിനെയാണ് നമ്മൾ ഇന്ത്യയുടെ നാഷണലിസത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്നത്. അപ്പോൾ PRDs റിസർവേഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യ ആസ് എ സൊസൈറ്റി നാഷണലിസത്തിന്റെ ഭാഗവുമായി, പുതിയൊരു രാഷ്ട്രീയ നാഷണലിസത്തിന്റെ ഭാഗവുമായി കൂടെ അവർ പങ്കുചേരുമ്പോൾ ഇവര് അറിഞ്ഞോ ഇവരോട് അക്സെപ്റ്റ് ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യം, അങ്ങനെ പോലും ചെയ്യാതെ തന്നെ ഇവർ ഹിന്ദു ആയി മാറുകയാണ് ബേസിക്കലി. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി ഇതിന് പല കാരണങ്ങളുണ്ട്. ബട്ട് ഇൻ എ സെൻസ് നമുക്ക് പറയുന്ന സമയത്ത് ഈ പുതിയ ഹിന്ദു ആകുന്ന സമയത്ത് ഈ സ്റ്റേറ്റ് ആസ് എ കമ്മ്യൂണിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് സ്വന്തമായി നിൽക്കാനുള്ള പവർ ഉണ്ടോ? സ്വന്തമായി നിൽക്കാനുള്ള പവർ ഇല്ല ബേസിക്കലി. ഇപ്പോ നായർ കമ്മ്യൂണിറ്റിയെ പോലെ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായി, ഇപ്പൊ എന്നെ സംബന്ധിച്ച് റിസർവേഷനാണ് ഇതിന്റെ അവസാന വാക്ക് എന്നുള്ള അഭിപ്രായം എനിക്കില്ല വ്യക്തിപരമായിട്ട്. റിസർവേഷൻ എന്ന് പറയുന്ന പാർലമെന്ററി ഡെമോക്രസിയുടെ ബേസിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. പാർലമെന്റ് ജനാധിപത്യം എവിടെയൊക്കെയുണ്ടോ അവിടെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ. അത് എലിവേഷൻ ഒന്നും അല്ല, ഏതെങ്കിലും തരത്തിൽ പോവർട്ടി എലിവേറ്റ് ചെയ്യുന്നുമില്ല. PRDs-നെ സംബന്ധിച്ച്, PRDs-ലെ ആളുകളെ സംബന്ധിച്ചും അവര് ഈ സംവരണം സ്വീകരിക്കുന്നു എന്നത് ഒരു പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഭാഗവും അവർക്ക് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യവും കൂടി ആയതുകൊണ്ടാണ്. PRDs-കളുടെ വെരി ഇൻട്രസ്റ്റിംഗ്ലി വാട്ട് ഈസ് ഐഡന്റിറ്റി എന്നുള്ള സാധനമുണ്ട്. ഐഡന്റിറ്റി ഈസ് നോട്ട് ആക്ച്വലി സംതിങ് ദാറ്റ് വി തിങ്ക് വി ആർ. ഐഡന്റിറ്റി ഈസ് ആക്ച്വലി ലെൻസ് ദാറ്റ് അതേഴ്സ് ലുക്ക് അറ്റ് യു. സോ PRDs ആസ് എ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ കാണുന്ന ഒരു ജാതി ശരീരമായിട്ടല്ലാതെ PRD ശരീരമായി കാണുന്നുണ്ടോ? അങ്ങനെ കാണാത്തടത്തോളം കാലം നമുക്ക് അത് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ ബേസിക്കലി. അപ്പൊ ആ ആർഗ്യൂ ചെയ്യാൻ പെടാതിരിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. സോ ഐഡന്റിറ്റി അങ്ങനത്തെ ഒരു സാധനം കൂടെയാണ്. അതുകൊണ്ടാണ് PRDs അപ്പച്ചൻ പറയുന്നത് നിങ്ങൾ സാമ്പനും അല്ല ചേരമനും അല്ല എന്ന് പറയുന്ന കാര്യം നിങ്ങളതല്ല ബേസിക്കലി. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആക്ച്വലി ആ ഒരു സാധനമല്ല, മറിച്ച് ദാറ്റ്സ് എ ലെൻസ് ദാറ്റ് ദ ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഗേവ് യു. നിങ്ങളെ നോക്കുന്ന ഒരു ലെൻസാണ്. അപ്പൊ ആ ലെൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ പോസ്റ്റ് കൊളോണിയലിൽ കാണുന്ന സമയത്ത് സ്റ്റേറ്റ് ഈ നിലയിൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റിന്റെ എന്തെങ്കിലും ഒരു എയ്ഡ് വേണമെങ്കിൽ, പ്രത്യേകിച്ച് PRDs-നെ പോലെ ക്രിസ്ത്യാനിറ്റിയും മറ്റ് ഹിന്ദുയിസവും പോലെയുള്ള പ്രബല സമുദായങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുള്ള അവരുടെ ഈ പറയുന്ന കാണുന്ന ലക്ഷത്തിൽ പറയുന്ന പോലെ രണ്ട് വംശീയമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെജിമണിക്കലായിട്ടുള്ള നാരറ്റീവുകളെ ചോദ്യം ചെയ്യുന്ന ഈ സിസ്റ്റത്തിനെ
പിന്നെ ഇവർക്ക് ആകെയുള്ള സപ്പോർട്ട് സ്റ്റേറ്റാണ്. അപ്പൊ സ്റ്റേറ്റുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യകത അവർക്ക് അവിടെ ഉണ്ട്. മറ്റൊന്ന് ഒരു എവരുടെ റിയാലിറ്റിയാണ് നിങ്ങളെ ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ PRDs എന്ന് പറഞ്ഞാൽ 10 പേര് കാണും ചിലപ്പോൾ ഒരു സ്ഥലത്ത്. ആ 10 പേര് ഒരു കമ്മ്യൂണിറ്റി പവർ ഒന്നുമല്ല. അവർക്ക് ഒരു എക്കണോമിക്കൽ കൾച്ചറൽ പവർ സെറ്റിങ്ങും ഇല്ല. ഇപ്പൊ എനിക്ക് ജർമ്മനിയിൽ പഠിത്തം വന്നു കഴിഞ്ഞാൽ ജോലി പോയി ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇല്ല PRDസിനെ സംബന്ധിച്ച്. ഒരു കോളേജ് ഉണ്ട്, അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. അതിനകത്ത് ഹിസ്റ്ററിയുടെ സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോ അവർക്ക് അങ്ങനെ ഒരു ഈ ഏതോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട്. അപ്പൊ ഉണ്ടെന്നാണ് എനിക്ക് ഒരു ദിവസം മായ പ്രമോദ് ഇതുപോലെ മായ ചേച്ചി ഇതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ ഏതോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 10 പേര് ഹിസ്റ്ററി പഠിച്ചു വന്നു കഴിഞ്ഞാൽ 10 പേർക്കും തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. പുറത്തേക്ക് വന്നാൽ നമ്മളെ കാണുന്നത് മറ്റൊരു കാസ്റ്റ് ശരീരമായിട്ടാണ്. അപ്പൊ ഈ കാസ്റ്റ് ശരീരമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് സർക്കാരിന്റെ എയ്ഡ് ഇല്ലാതെ ഇന്നത്തെ കാസ്റ്റ് സൊസൈറ്റിക്കകത്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ PRDs ആസ് എ ഗ്രൂപ്പ് നമുക്ക് സാമ്പത്തികമായും സാമൂഹ്യപരമായും ഒന്നും വേണ്ട, സാമ്പത്തികമായി ഉയരാൻ സാധിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സ്പേസ് കിട്ടുന്ന സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സംവരണം വേണ്ടെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമായിരിക്കും. നൗ അറ്റ് ദ മൊമെന്റ് വി കനോട്ട്. മാത്രമല്ല, ഒരു സൊസൈറ്റി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രാറ്റം വേണം. അക്കോർഡിംഗ് ടു തിയോഡർ അലൻ എന്ന് പറയുന്ന ഒരു ഹീസ് ആക്ച്വലി എ മാർക്സിസ്റ്റ് ആക്ടിവിസ്റ്റ്. പക്ഷെ പുള്ളി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് റേസിസത്തെ പറ്റി. നോർത്ത് അമേരിക്കൻ 2 വോളിയം ഓഫ് വർക്ക്സ് ഉണ്ട്. അയർലൻഡിനെ ഐറിഷ് കോളനൈസേഷൻ, റേസിനെ പറ്റിയൊക്കെയുള്ള ചില പുതിയ കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഞാൻ പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ബഫർ സ്ട്രാറ്റം വേണം. ഈ ബഫർ സ്ട്രാറ്റം, ഇത് 2 ഓപ്പോസിറ്റ് പോളിന്റെ ഇടയ്ക്ക് ഒരു ബഫർ സ്ട്രാറ്റം. ഈ ബഫർ സ്ട്രാറ്റമാണ് സോഷ്യൽ കൺട്രോളിനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ കാഞ്ചറാമൊക്കെ പറയുന്ന പോലെ ഈ നമ്മൾ നാട്ടിലെ പട്ടികളാണെങ്കിൽ ബ്രാഹ്മണനാകുന്ന ആ വീടിന്റെ ഉടമസ്ഥന്റെ വീട്ടിലെ പട്ടിയാണ് ശൂദ്രൻ. അപ്പൊ നമ്മളോട് എൻഗേജ് ചെയ്യുന്ന ശൂദ്രനാ. അവനോട് പറയുമ്പോൾ തന്നെ ശൂദ്രൻ നമ്മളെ കടിച്ചു കൊല്ലാൻ പറ്റും. ഈ പട്ടി റോട്ടിൽ നടക്കുമ്പോഴത്തേനും മറ്റേ പട്ടി കാണുമ്പോൾ തന്നെ കുരയ്ക്കുന്നില്ലേ? ഇതേപോലെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നു പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു ബഫർ സ്ട്രാറ്റം ഉണ്ട് സൊസൈറ്റിക്ക്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബഫർ സ്ട്രാറ്റത്തിന്റെ ഭാഗമായിട്ട് അല്ല PRDs നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പൊളിറ്റിക്സിനോ ഏതെങ്കിലും ഒരു വലിയ നാഷണൽ പൊളിറ്റിക്സിനോ PRDസിനെ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആ പരിഗണന ലഭിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഈഴവരെ ശ്രദ്ധിച്ചാൽ മതി. കൈൻഡ് ഓഫ് ലൈക്ക് എ ബഫർ സ്ട്രാറ്റം. പുതിയ സൊസൈറ്റി അവർ പുതിയ ക്ലാസ് ആയിട്ട് വരികയും they have become a buffer stratum. അതായത് ഇപ്പം നമ്മൾ ഹിന്ദുവിനെ ചോദ്യം ചെയ്താൽ ആദ്യം വെള്ളാപ്പള്ളി ആയിരിക്കും തിരിച്ചു പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കേരളം പുതിയ നായർ സൊസൈറ്റി ആയി കേരളം രൂപീകരിക്കുമ്പോഴത്തേനും അടുത്ത ബഫർ സ്ട്രാറ്റത്തിന്റെ ഭാഗമായി ഈഴവരുടെ ഒരു വലിയ കമ്മ്യൂണിറ്റി അല്ല പറയുന്നത്, ബട്ട് ഇൻ റിയാലിറ്റി ഇൻ പൊളിറ്റിക്കൽ സെൻസ് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ബഫർ സ്ട്രാറ്റമായിട്ട് അവർ വരുന്നുണ്ട്. എന്ന് ആ ബഫർ സ്ട്രാറ്റമായി വരുന്നത് കൊണ്ട് തന്നെ അവർ ആസ് എ കമ്മ്യൂണിറ്റി സൊസൈറ്റി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ദേ ആർ ഐഡന്റിഫൈഡ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ ഏതെങ്കിലും ഒരു PRDസിനെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം PRDs ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊളിറ്റിക്കൽ പവറല്ല, സോഷ്യോ കൾച്ചറൽ പവറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആസ് എ ഗ്രൂപ്പ് നമ്മൾ വിശ്വസിച്ചാലും മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിലുപരി നമ്മൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഈ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതിനർത്ഥം നമ്മൾ ആ ജാതി അംഗീകരിക്കുന്നുള്ള ഒരു ആവണം എന്നില്ല. ഈ സാധനം മാറുന്നത് നമ്മുടെ കൂടെ പ്രയോഗത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. നിങ്ങൾ ഇൻ കേസ് അങ്ങനെ ഒരു കാസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടുന്നെങ്കിൽ പോലും നിങ്ങൾ ആ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം കാസ്റ്റ് നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. യു ക്യാൻ ആക്ച്വലി ചൂസ് നോട്ട് ടു പ്രാക്ടീസ് ഇറ്റ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാതിരുന്ന് പയ്യെ മാറ്റി ഇന്റർകാസ്റ്റ് മാരേജ് ഇപ്പൊ PRDs ചെയ്യുന്ന പോലെ, ഈ മറ്റേ ഇദ്ദേഹത്തിന്റെ ഹരീഷിന്റെ കഥയെ പറയുന്ന പോലെ ഒരു നായർ ഈഴ വിവാഹം നടന്നിട്ട് ഈഴവ വീട്ടിലേക്ക് കയറി നായർ സ്ത്രീയുമായി വിവാഹം കഴിച്ച വധുവുമായി ഈഴവ വീട്ടിൽ കയറുമ്പോൾ നാരായണഗുരു ഇറങ്ങി പോകുന്ന പോലെയുള്ള കാസ്റ്റ് പരിപാടിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മള് കസ്റ്റമിനെ ബ്രേക്ക് ചെയ്താണെന്നും ആന്റി കാസ്റ്റ് ആയി വരുന്ന ആൾ മറ്റേ കാസ്റ്റോട്ട് ചേരുകയല്ല. ഇത് മൊത്തത്തിൽ ഡൈലൂട്ട് ആക്കി കളയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആസ് എ ഗ്രൂപ്പ് ആസ് എ കമ്മ്യൂണിറ്റി കോൺഷ്യസിലേക്ക് വരേണ്ടതുണ്ട് എന്നും അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെഡ് അല്ലെങ്കിൽ ഈ PRDസിന്റെ മേൽ ഘടകത്തിൽ നിന്ന് തന്നെ വിഷന്റെ ഭാഗമായി ഇതിങ്ങനെ ഇൻഫർമേഷൻസ് ആയിട്ട് കൊടുത്തു എന്നാൽ മാത്രമേ ഒരു പരിധി വരെ അതും സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നുള്ളത് അതാണ് ജാതി സംവരണത്തിനൊരു യാഥാർത്ഥ്യം.
മറ്റൊന്ന് സാമ്പത്തിക ഉം. സംവരണമാണെന്നുള്ള സംവരണത്തെ പറ്റിയുള്ള ധാരണയില്ലായ്മയാണ്. സംവരണം അതെ. എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഉം. ജനാധിപത്യത്തിനകത്ത് വ്യത്യസ്ത സമൂഹങ്ങളെ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി റെപ്രസെന്റ് ചെയ്യുക. അതായത് ഏതെങ്കിലും നായർ കമ്മ്യൂണിറ്റിയിലോ ജനറൽ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള കാസ്റ്റുകളിലുള്ള ആളുകൾക്ക് അവർക്ക് റെപ്രസെന്റേഷൻ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേറ്റിനോടോ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അവരെ എന്നിട്ട് ഇപ്പം OBC-യിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നായർ കമ്മ്യൂണിറ്റി ജനറൽ കാസ്റ്റ് ആണ്, അവർക്ക് റെപ്രസെന്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയും സ്റ്റേറ്റും പഠനം നടത്തി അവർ OBC ആക്കാൻ പറ്റും. അതാണ് OBC, SC, ST എന്ന് പറയുന്ന കാസ്റ്റ് അല്ല, ദർ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മ്യൂണിറ്റീസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ടാണ് ഇപ്പം മണിപ്പൂരിലെ പ്രശ്നം എന്താ? മണിപ്പൂരിലെ പ്രശ്നം മെയ്തി ആളുകൾക്ക് ST ആവണം. ST ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഭൂമി എടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് ST ആവാൻ പറ്റും? നമ്മുടെ ഇന്ത്യയിൽ OBC ആയി എത്ര ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഉണ്ട്? ഒരുപാട് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഉണ്ട് ST ആയിട്ട്. മറാത്താസിന്റെ പ്രശ്നം എന്താ? അവരെ ഇതിനകത്ത് വരുത്തണമെന്നുള്ളതാണല്ലോ, റിസർവേഷനകത്ത് വരുത്തണം. അത് വേറെ പ്രശ്നമാണ്. അതും പൊട്ടത്തരാണ്. പക്ഷേ what I'm trying to say is that people can be inside the reservation groups, right? അപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക സംവരണം എന്നത് അടിസ്ഥാനപരമായി തെറ്റായ മനസ്സിലാക്കലാണ്. സാമ്പത്തിക കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ആണ് വേണ്ടത്. റിസർവേഷൻ ഈസ് സോഷ്യൽ ജസ്റ്റിസ് മെഷർ. സോ ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കാശില്ലാത്ത തൊഴിലുറപ്പിന് പോകുന്നുള്ള വാദം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാശില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ലോൺ നൽകി ബിസിനസ്സിനും മറ്റ് സംവിധാനങ്ങളും സ്റ്റേറ്റ് ആണ് സഹായിക്കേണ്ടത്, സോഷ്യൽ വെൽഫെയർ മെഷേഴ്സുമായിട്ട്. അത് എല്ലാ കമ്മ്യൂണിറ്റിയും സഹായിക്കുകയും വേണം. അങ്ങനത്തെ ഒരു ഇതുമില്ല. സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പോവർട്ടി. സോ യൂത്ത് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കേണ്ട സഭയുടെ അല്ലെങ്കിൽ ആവശ്യകതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിവേസ് നമ്മൾ സംസാരിച്ച് എനിക്കൊന്ന് 2 മണിക്കൂറിന് മേളിൽ പോയിട്ടുണ്ട് ഓൾറെഡി. വലിയൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് പോലും ഒരുപാട് ന്യൂ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കുറേ ടേക്ക് അവേസ് എനിക്ക് തന്നെ ഉണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നവർക്കും ഉണ്ടാവുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് അപ്പച്ചൻ, പോസ്റ്റ് അമ്മച്ചി എറാസ് ഒക്കെ കൃത്യമായിട്ടും കുറെ കൂടി പഠിക്കപ്പെടേണ്ട ഒരു ഏരിയ ആണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു അങ്ങനത്തെ ഒരു തുടക്കം എങ്കിലും വെക്കാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഡിസ്കഷനിലൂടെ. മാത്രമല്ല, കാരണം ഇപ്പം PRDസിനെതിരായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഈ വിമർശനങ്ങൾ കൂടുതലും പോസ്റ്റ് അമ്മച്ചിക്ക് ശേഷം നടന്ന നമ്മുടെ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പിന്നീട് വന്ന നേതൃത്വങ്ങളുടെ ചില പാളിച്ചകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ മറ്റ് സമുദായങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാകുന്ന, അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലുവൻസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു നടന്നിരുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ കാണുമ്പോൾ പറയുന്നത് വെച്ചാൽ ബഗീലപ്പച്ചന്റെ ഇവിടെ വരെ എല്ലാം സൂപ്പറായിരുന്നു, അമ്മച്ചിയുടെ ശേഷമാണ് ഇത് മൊത്തം ഇങ്ങനെ ഹൈപ്പോയെന്നുള്ളൊരു ഒരു നരേഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ നരേറ്റീവ് ഉണ്ട്. പക്ഷേ അതല്ല എന്ന് ശരിക്കും നമുക്കറിയാലോ, മീൻസ് PRDസിനകത്തുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ പൊതുലോകം അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഡിസ്കഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ കുറെ ഇൻപുട്ട് ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ആ രീതിയിലേക്ക് മുമ്പോട്ട് ചർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അനന്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പേഴ്സും ബേസിക്കലി അതിനെ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതലും കുറെ കൂടി വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട് അനന്തിനും സാധിക്കട്ടെ. ആ രീതിയിൽ അനന്തിൻ്റെ കരിയറിനും അത് ഹെൽപ്പ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ വളരെ നന്ദി. നമ്മളിത് കുറേ ദിവസങ്ങളായിട്ട് ഇത് പ്ലാൻ ചെയ്ത് പല പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി അവസാനമാണ് സാധിച്ചതെങ്കിലും ആ വെയിറ്റ് വർത്തായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. സോ ഇനിയും നമുക്ക് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നു. അതെ, ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്യാം. കാരണം എനിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ ഡംപ് ചെയ്തു അപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഒരു സാധനം പറഞ്ഞിട്ടില്ല, ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഉണ്ട് നമ്മളത് പറയാൻ. ഞാനും അങ്ങനെ ഇതൊരു തുടക്കം എന്ന രീതിയിലേ കാണുന്നുള്ളൂ. മാത്രമല്ല, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഈ ഒരു ഡിസ്കഷനിൽ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, അതിൽ നിന്ന് കുറെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് എന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് എടുത്തിട്ട് അതിന് മേളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ. എന്താ വെച്ചാൽ ഞാനിപ്പം അക്കാഡമിക് തർക്കങ്ങളെ പറ്റി പറയുമ്പോൾ അത് കുറച്ചുകൂടി പൊളിറ്റിക്കൽ സെൻസിലാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി അക്കാഡമിക്കൽ ക്ലാരിറ്റിയോടെ അത് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ മുൻപിൽ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും.
Okay, once again, thank you for joining with us. Okay, thank you. Okay, thank you so much for calling me. Anyway, I'm really happy that we conducted this. So let's see each other in the future as well. Sure.